Good morning. A very warm welcome. വളരെ അഭിമാനത്തോടെയാണ് ഓറിയൻ ബ്ലാക്ക് സ്വാൻ ഈ ഒരു പുതിയ പുസ്തക പരമ്പര അവതരിപ്പിക്കുന്നത്. ഓൾട്ട് ലൈഫ് എന്ന ഈ ബുക്ക് സീരീസിൻ്റെ പ്രകാശന ചടങ്ങിലും ചർച്ചയിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. നമ്മുടെ പുതിയ കാലത്തെ കഥകൾ, പുതിയ കാലത്ത് കേൾക്കുകയും പറയുകയും ചെയ്യേണ്ട കഥകൾ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഓൾട്ട് ലൈഫ് എന്ന ഈ സീരീസ്. ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന 3 പുസ്തകങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തോടും സമൂഹത്തോടും ചരിത്രത്തോടുമൊക്കെ സംവദിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 3 പുസ്തകങ്ങളാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്. ലൈഫ് ഓഫ് എ രാവുളൻ, മലയാളത്തിൽ ഇറങ്ങി ഏറെ ശ്രദ്ധ നേടിയ PK കരിയൻ്റെ അല്ലെങ്കിൽ കരിയൻ മൂപ്പൻ്റെ ജീവിത കഥ പറഞ്ഞ ഒരു രാവുളൻ്റെ ജീവിത പുസ്തകം എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ലൈഫ് ഓഫ് എ രാവുളൻ. എഴുതിയിരിക്കുന്നത് ഫസീല മെഹർ, പരിഭാഷ ചെയ്തിരിക്കുന്നത് വി പ്രതിഭ. രണ്ടാമത്തെ പുസ്തകം നമുക്കെല്ലാം സുപരിചിതയായിട്ടുള്ള രഞ്ജു രഞ്ജിമാറിൻ്റെ ജീവിത കഥയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ സോണിയ ജെ നായർ. ചണ്ടാലിനി സ്പീക്സ് എന്ന പുസ്തകം പ്രസിദ്ധ ബാംഗ്ല കവയത്രിയും എഴുത്തുകാരിയും ദളിത് ആക്ടിവിസ്റ്റുമായ കല്യാണി ഠാക്കൂർ ചാരലിൻ്റെ രചനകളുടെ ഒരു സമാഹാരമാണ്. ഈ 3 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ ശ്രീ പ്രഭാവർമ്മയാണ്. പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വിനീത വിജയൻ, ശ്രീമതി ബിന്ദു VS ആൻഡ് ഡോക്ടർ നിനിത കണിച്ചേരി. ബഹുമാന്യരായ അതിഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പുസ്തക ചർച്ച, ഈ സീരീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുസ്തക ചർച്ച, അതിൻ്റെ വിഷയം റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഓൾട്ടറിറ്റി എന്നതാണ്. ചർച്ച നയിക്കുന്നത് ഡോക്ടർ ഗായത്രി ദേവി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ലക്ഷ്മി പ്രിയ, ഡോക്ടർ വിഷ്ണു നാരായണൻ, ഡോക്ടർ കുക്കു സേവ്യർ. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകങ്ങൾ റിലീസ് ചെയ്യാനും പുസ്തകങ്ങളെപ്പറ്റി ഒരല്പം സംസാരിക്കാനും ശ്രീ പ്രഭാവർമ്മയെ ക്ഷണിക്കട്ടെ. വേദിയിലും സദസ്സിലുമുള്ള സഹൃദയരെ, വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ് നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ വെച്ച് 3 വ്യത്യസ്തമായ കൃതികൾ പ്രകാശിതമാവുകയാണ്. നിയമസഭയുടെ അങ്കണത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളതിൽ തന്നെ ഒരു സവിശേഷമായ ഒരു ചാരുതയുണ്ട് എന്ന് കരുതുകയാണ് ഞാൻ. കാരണം ഈ നിയമസഭയ്ക്ക് ഉള്ളിൽ ഇരിക്കുന്ന ആളുകൾ ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്നവരാണ്, നിയമനിർമ്മാതാക്കളാണ്. അങ്ങനെ നിയമനിർമ്മാതാക്കളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ഉത്സവം, പുസ്തകോത്സവം, ഒരു സാഹിത്യോത്സവം, അതിൽ അപ്രഖ്യാപിത നിയമനിർമ്മാതാക്കളുടെ കൃതികൾ പ്രകാശിതമാവുകയാണ്. പോയറ്റ്സിനെ കുറിച്ച്, പൊതുവെ റൈറ്റേഴ്സിനെ കുറിച്ച് ഒക്കെ പറയുന്നത് അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ്. ഷെല്ലിയാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ്, അവരാണ് സത്യത്തിലൊരു നിയമക്രമം നമ്മുടെ സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നത്. ആ സാമൂഹിക നിയമക്രമം എന്ന് പറയുന്നത് ഏതെങ്കിലും റിജിഡ് ആയിട്ടുള്ള, വളരെ റെജിമെൻ്റലായിട്ടുള്ള ചിട്ടവട്ടങ്ങളോടുകൂടിയ അടിച്ചമർത്തലിൻ്റേതായ ഒരു സംവിധാനമല്ല. മറിച്ച് നമ്മളുടെ മാനസികമായ പരിണാമത്തിന് വേണ്ട ഒരു നീതിക്രമം, എത്തിക്സ്, അതിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നീതിക്രമം നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുകയും ധാർമ്മികത പുലരണം സമൂഹത്തിൽ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരുടേതായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ്. അത്തരമൊരു നീതിന്യായ വ്യവസ്ഥയാണ് സത്യത്തിൽ ഏത് എഴുത്തുകാരനും ആഗ്രഹിക്കുന്നത്, ഏത് എഴുത്തുകാരനും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഠിനമായി ശ്രമിച്ചു പോരുന്നതും. വ്യാസനെ പോലെയുള്ള വലിയൊരു കവി മഹാഭാരതമടക്കമെല്ലാം എഴുതി വച്ചിട്ട് ഒടുവിൽ പറഞ്ഞു, ഊർധ്വബാഹുർ വിരൗമ്യേഷ നചകശ്യ ശൃണോതിമേ ധർമ്മദർത്ഥശ്ച കാമശ്ച സധർമ്മം കിം ന സേവ്യതേ. അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ ഇതൊക്കെ എഴുതി ഇരുകൈകളും ഉയർത്തി നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഊർധ്വബാഹുർ വിരൗമ്യേഷ നച കശ്ചിത് ശൃണോതിമേ, ഞാനിങ്ങനെ ഇരുകൈകളും ഉയർത്തി നിന്നുകൊണ്ട്
ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇതൊന്നും ആരും കേൾക്കുന്നില്ലല്ലോ. ധർമ്മദർത്ഥശ്ച കാമശ്ച, അതായത് അർത്ഥ കാമങ്ങൾ ഒക്കെ തന്നെ ധർമ്മത്തിൻ്റെ ആചരണത്തിലൂടെ സാധ്യമാക്കാവുന്നതാണല്ലോ. എന്നിട്ടും ഈ ധർമ്മത്തെ ആരും ഉപാസിക്കുന്നില്ലല്ലോ. ഇതാണ് വ്യാസദുഃഖം എന്ന് പറയുന്നത്. ഈ വ്യാസദുഃഖമാണ് പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഏത് കവിയുടെയും മനസ്സിൻ്റെ സങ്കടം, മനസ്സിൻ്റെ വ്യഥ, മനസ്സിൻ്റെ ദുഃഖം. ആ നിലയ്ക്കുള്ള ഒരു ദുഃഖം ആണ് എപ്പോഴും എഴുത്തുകാരനെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രുദിതാനുസാരിയായ കവി എന്നൊക്കെയുള്ള ഒരു സങ്കല്പം പോലും നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നത്. രുദിതാനുസാരിയായ കവി എന്ന് പറഞ്ഞാൽ രോദനത്തെ അനുസരിക്കുന്ന കവി എന്നാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ തേടിച്ചെല്ലലാണത്. എവിടെയോ ഒരു നിലവിളി കേൾക്കുന്നു, ആ നിലവിളിക്ക് പിന്നിൽ എന്താവാം, ആരുടെ ധർമ്മസങ്കടമാവാം, അവിടേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ടല്ലോ എന്ന മാനുഷികതയിൽ അധിഷ്ഠിതമായൊരു ബോധമുണ്ട്. ആ ബോധത്താൽ പ്രേരിതമായ നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാ നല്ല എഴുത്തുകാരും. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാവണം ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്നേ വരെ വെളിച്ചം കാണാത്ത നമ്മുടെ സമൂഹത്തിൻ്റെ ഏതൊക്കെയോ ഇരുണ്ട അറകളിലേക്ക് വെളിച്ചം എത്തിക്കണം എന്നുകൂടി നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാർക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന 3 വ്യത്യസ്തമായ കൃതികളാണ് ഇവിടെ പ്രകാശിതമാകുന്നത് ഓറിയൻറ്റ് ബ്ലാക്ക് സ്വാൻ്റെ ലേബലിൽ. ഒരു പുസ്തകത്തിൻ്റെ പേര് നോ ബ്ലഷസ് എന്നാണ്, രഞ്ജിമാരുടേതാണ് അതിലെ ജീവിതകഥ. മറ്റൊന്ന് ലൈഫ് ഓഫ് രാവുലൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PK കരിയൻ്റെ ജീവിതകഥയാണ്. ഫസീല മെഹറോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് പ്രതിഭ. പ്രതിഭയാണത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീടുള്ളത് എ ചണ്ടാലിനി സ്പീക്സ് എന്ന കൃതിയാണ്. കല്യാണി താക്കൂർ ചരലിൻ്റെ അവരുടെ കാവ്യ ജീവിതം രൂപപ്പെട്ടത്, അവരുടെ സാമൂഹിക ജീവിതം രൂപപ്പെട്ടത്, മാനസികമായി അവരെ രൂപപ്പെടുത്തിയത്, സാമൂഹികമായി അവരെ രൂപപ്പെടുത്തിയത്, ഇതൊക്കെ എന്തൊക്കെ ഘടകങ്ങളാണ് എന്നത് വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. ആ കൃതി അനിലിമ ചന്ദയാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൃതികൾക്ക് പൊതുവിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കടന്നു വന്നിട്ടില്ലാത്ത മേഖലകളിൽപ്പെട്ട ആളുകളുടെ ജീവിതമാണിത് പറയുന്നത്. നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും പുതുതായിട്ടുള്ളൊരു റണ്ണർ ആണ്, ഒരു ശാഖയാണ് സത്യത്തിൽ ലൈഫ് നറേഷൻ എന്ന് പറയുന്നത്. ലൈഫ് നറേറ്റീവ്സ്, ജീവിത പ്രതിപാദനം. ഈ ജീവിത പ്രതിപാദനം പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ആരുടേതായിരുന്നു? ഒരു കാലത്ത് ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, വിഖ്യാതവംശൻ, ധരാപാലൻ എന്നൊക്കെ പറയുന്ന ആളുകളെക്കുറിച്ച് മാത്രമേ എഴുതാൻ പാടുണ്ടായിരുന്നുള്ളൂ. നാടകമൊക്കെ ധീരോദാത്തനായിരിക്കണം, അതിപ്രതാപ ഗുണവാനായിരിക്കണം, വിഖ്യാത വംശത്തിൽ പിറന്നവനായിരിക്കണം, ധരാപാലനായിരിക്കണം, രാജാവായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് എഴുതാൻ പാടുള്ളൂ, അവരെക്കുറിച്ച് നാടകങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരവസ്ഥയുണ്ടായിരുന്നു. എക്കാലവും നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ അവരെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ. ആദ്യഘട്ടത്തിലൊക്കെ ദൈവങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വിഷ്ണുവിനെക്കുറിച്ച്, ശിവനെക്കുറിച്ചൊക്കെയുള്ള സ്തവങ്ങൾ, കീർത്തനങ്ങൾ, കൃതികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാജാക്കന്മാരെക്കുറിച്ചായി. രാജാക്കന്മാരുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള ആഖ്യാനങ്ങളുണ്ടായി. മാർത്താണ്ഡവർമ്മയും രാമരാജ ബഹദൂറും ഒക്കെ സത്യത്തിൽ അതിനെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി, പൊതുവിൽ നിന്ന് വ്യത്യസ്തമായി അത് ആ കാലത്തെയും ആ ജീവിതത്തെയും ആ സാമൂഹ്യ അവസ്ഥയെയും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ പോലും അടിസ്ഥാനപരമായി അതും ഈ സ്വഭാവം നിലനിർത്തി. പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രം എടുത്താൽ സാഹിത്യത്തിൽ വലിയൊരു ജനായത്തവൽക്കരണ പ്രക്രിയ നടന്നിട്ടുണ്ടെന്ന് കാണാം. ഈ ജനായത്തവൽക്കരണ പ്രക്രിയയുടെ ഇങ്ങേ തലയ്ക്കൽ ഉണ്ടായ ഒരു സവിശേഷ സംഭവമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ, അധസ്ഥിതരിൽ അധസ്ഥിതരായ, എക്കാലവും മാറ്റി നിർത്തപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, മുഖങ്ങളുള്ളവരുടേതായ സമൂഹത്തിൽ മുഖമേ ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന, അടിമസമാനമായ ജീവിതം നയിക്കേണ്ടി വന്ന, മനുഷ്യ ജീവിതം എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നരക തുല്യമായ ജീവിതം നയിക്കേണ്ടി വന്ന പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ളവരുടെ ഹൃദയസ്പന്ദനങ്ങൾ പകർത്തിവയ്ക്കുന്ന അവരുടെ ജീവിതകഥകൾ വരിക എന്നുള്ളത്. അതിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി വേണം അതിനെ കാണാൻ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ തകഴിയെ പോലെയുള്ള ഒരാൾ തോട്ടിയുടെ മകൻ എഴുതുന്നത്. അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയല്ല, സൈക്കിൾ റിക്ഷ വലിച്ചുകൊണ്ട് പോകുന്ന ആളിനെക്കുറിച്ച് ഓടയിൽ നിന്ന് എന്ന കഥ കേശവദേവ് എഴുതുന്നത്.
അപ്പോൾ രാജാവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുക. അങ്ങനെ മാറ്റം സംഭവിച്ചപ്പോഴും സമൂഹത്തിലെ നിസ്വവിഭാഗങ്ങൾ അതിൽ വന്നു എന്ന് പറയാം. പക്ഷേ ഈ നിസ്വവിഭാഗത്തിനും താഴെ ഉണ്ടായിരുന്നു ആളുകൾ. ആ വിഭാഗത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല. അവരുടെ ജീവിതം സത്യത്തിൽ അവരുടെ ജീവിതമാണ് ഏതാണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസിൻ്റെ ജ്വലിക്കുന്ന മുഹൂർത്തങ്ങളുള്ളത്. അങ്ങനെയുള്ള ജീവിതം, അതായത് ഒരു വളരെ ഇല്യൂസറി എന്ന് പറയാവുന്ന വിധത്തിൽ, സ്പെക്ടാക്കുലർ എന്ന് പറയാവുന്ന വിധത്തിലുള്ള വർണ്ണവിഭ്രമ കാഴ്ചകളെ അവതരിപ്പിച്ചിരുന്ന ഒരു സാഹിത്യത്തോട് ഒരു വിച്ഛേദം കുറിച്ചുകൊണ്ട്, ആ ഒരു പാരമ്പര്യത്തിൽ നിന്നൊരു ടോട്ടൽ ബ്രേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ആണ് ഈ വിധത്തിൽ തോട്ടിയുടെ മകൻ പോലെയുള്ള കൃതികൾ വരുന്നത്. ആ തോട്ടിയുടെ മകനും ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഈ ജീവിതാഖ്യാനങ്ങൾ, ലൈഫ് നറേറ്റീവ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ, അതുപോലെയുള്ള കൃതികൾ ഒക്കെ കടന്നു വരുന്നത്. അങ്ങനെ ഉള്ള ഒരു സവിശേഷ സാഹിത്യ ശാഖ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിലുള്ള 3 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശിതമാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഈ 3-4-5 ദിവസങ്ങളിലായി പ്രകാശിതമാകുന്ന ഇതര സാഹിത്യ കൃതികളിൽ നിന്നെല്ലാം വേറിട്ട വ്യതിരിക്തമായ ഒരു വ്യക്തിത്വമുള്ള പുസ്തകം എന്നിതിനെ വിശേഷിപ്പിക്കേണ്ടത്. അങ്ങനെ വേറിട്ട 3 പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങൾക്ക് സമാനമായിട്ട് വേറെ ഒരു പുസ്തകം ഇവിടെ പ്രകാശിതമാവുന്നില്ല. വളരെ സവിശേഷമായ ജീവിത പ്രതിപാദകമായ രീതിയിലുള്ള കൃതികളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ വിധത്തിലുള്ള ഡിസ്പൊസസ്ഡ്, ഡൗൺ ട്രോഡൻ, അടിച്ചമർത്തപ്പെട്ട, മണ്ണിനടിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട വിധത്തിലുള്ള ആളുകളുടെ ജീവിതം, അവരുടെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന അധ്യായങ്ങൾ അത് ആവിഷ്കരിക്കുന്ന 3 കൃതികൾ ഇവിടെ പ്രകാശിതമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ നടന്നു പോരുന്ന പുസ്തക പ്രകാശന പരമ്പരകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ 3 കൃതികൾ ഇറക്കാൻ കഴിയുന്നു. സാധാരണ മനുഷ്യരുടെ ഹൃദയസ്പന്ദവുമായി ചേർന്ന് നിൽക്കുന്ന കൃതികൾ ഇറക്കാൻ കഴിയുന്നു. അങ്ങനെ ഇറക്കാനുള്ള മുൻകൈ എടുത്തതിന് ഓറിയൻ്റ് ബ്ലാക്ക് സ്വാനെ, അതിൻ്റെ എഡിറ്ററെ, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ, ആ സംവിധാനത്തെ ആകെ തന്നെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഈ കൃതികളിലൂടെ ആകെ സൂക്ഷ്മമായോ സമഗ്രമായോ കടന്നു പോകാനുള്ളൊരു സാവകാശം എനിക്ക് ലഭിച്ചിട്ടില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കൃതികളെ ഒരു ഗാഠപാരായണത്തിന് വിധേയമാക്കാനുള്ള സമയമോ സാവകാശമോ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഏതാണ്ട് ഒരു അപ്പോളജറ്റിക് ആയിട്ടുള്ള ഭാഷയിൽ പറയേണ്ടതുണ്ട് തുടക്കത്തിൽ തന്നെ എന്ന് തോന്നുന്നു. ഏതായാലും ഈ കൃതികളിലൂടെ ഇന്ന് ഓടിച്ച് കടന്നു പോയപ്പോൾ, ഒന്ന് സ്കാൻ ചെയ്ത് അങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ നോ ബ്ലഷസ് എന്ന കൃതി രഞ്ജി മാർ അവരുടെ ജീവിത കഥയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കഥയാണ്. അവരുടെ ജീവിത പരിണാമത്തിൻ്റേതായ കഥയാണ് ഇത് പറയുന്നത്. ഈ വിധത്തിലുള്ള ഒരു ജീവിതം, ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഭൗതിക ജീവിതമാണെങ്കിലും അവരുടെ ലൗകികമായ ജീവിതമാണെങ്കിലും അതേപോലെ തന്നെ അവരുടെ മാനസികമായ ജീവിത വ്യാപാരങ്ങളാണെങ്കിലും അതൊക്കെ തന്നെ അതിൻ്റെ എല്ലാ സംഘർഷങ്ങളോടും കൂടിയോ അല്ലാതെയോ നമ്മുടെ സാഹിത്യ ലോകത്ത് മുമ്പൊന്നും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ സാഹിത്യലോകത്തിൽ പൊതുവിൽ സാഹിത്യലോകത്തിന് അന്യമായിരുന്ന ഒരു മേഖലയിലേക്ക് കടന്നെത്തുകയാണ് സത്യത്തിൽ രഞ്ജിമാർ ഈ കൃതിയിലൂടെ. സോണിയ ജെ നായർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഡൽഹിയിലെ സാഹിത്യ സമ്മേളനങ്ങൾ, ഡൽഹിയിലെ പാറ്റ്നയിലെ സാഹിത്യ സമ്മേളനത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സോണിയ ജെ നായർ ആണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. അതായത് ഈ രഞ്ജിമാർ സോണിയ ജെ നായരോട് സംസാരിക്കുന്ന രൂപത്തിലാണ് ഈ കൃതി വരുന്നത്. ഓൾ സെയിൻസ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. ആ കോളേജിലെ ഏതോ സവിശേഷമായ ചടങ്ങിന് വേണ്ടി ഈ രഞ്ജിമാർ അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പോൾ യാദൃശ്യമായിട്ട് ഇവർ തമ്മിൽ കാണുന്നു, അവരുമായി സംസാരിക്കുന്നു. ആ സംസാരത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ ഇവർക്ക് പരസ്പരം ഗാഠമായൊരു ആത്മബന്ധം രൂപപ്പെട്ടു വരുന്നു. ആ ആത്മബന്ധത്തിൽ നിന്ന് ഈ വിധത്തിലുള്ളൊരു കൃതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു കൃതി നമ്മുടെ സാഹിത്യത്തിന്, നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിന് ഒക്കെ വളരെ വിലപ്പെട്ട ഒരു ഈടുവയ്പായി മാറുന്നു എന്നുള്ളിടത്താണ് ഈ കൃതിയുടെ സവിശേഷമായ പ്രസക്തിയും സാങ്കത്യവും എന്നെനിക്ക് തോന്നുകയാണ്. ഈ രീതിയിലുള്ള കൃതികൾ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിത കഥ പ്രതിപാദിക്കുന്ന വിധത്തിലുള്ള കൃതികൾ
നമുക്ക് ധാരാളമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിലോ അതല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലോ ആവണം ഈ മേഖലയിൽപ്പെട്ട ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള പ്രതിപാദനം സാഹിത്യരംഗത്ത് ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെർജീനിയ വൂൾഫിൻ്റെ ഓർലാൻഡോ എന്ന കൃതി, ആ ഓർലാൻഡോയിൽ ഒരു ഘട്ടത്തിൽ ഓർലാൻഡോയിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീയുടേതായ ജീവിതം നയിക്കേണ്ടി വരികയും പിന്നീടൊരു ഘട്ടത്തിൽ പുരുഷൻ്റേതായ ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്ത, ജീവിതം മാറി മാറി നയിക്കേണ്ടി വന്ന ഒരു കഥാപാത്രം ആവിഷ്കൃതമാകുന്നുണ്ട്. എന്നാൽ ഒരേ ഘട്ടത്തിൽ ഈ ദ്വിലിംഗ ജീവിതം നയിക്കേണ്ടി വന്നവരുടെ ആത്മസംഘർഷം ആ ഘട്ടത്തിലും വന്നിട്ടില്ല എന്ന് പറയാം. അതായത് ഒരേ ജീവിതത്തിൽ ഒരേ ഘട്ടത്തിൽ തന്നെ ദ്വിലിംഗ ജീവിതം നയിക്കേണ്ടി വരുന്നവരുടെ കഥ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള കൃതികൾ അപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ ദി യെല്ലോ സ്പാരോ എന്നൊരു കൃതി ഉണ്ടാകുന്നു. അത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്മൃതികൾ ആഖ്യാനം ചെയ്യുന്നതാണ്. സ്മൃതികളുടേതായ ഒരു ഭാവ ആഖ്യാനമെന്ന് പറയാം. അത് അതേസമയം തന്നെ ഏതാണ്ട് ഫിക്ഷനോടങ്ങനെ ഉരസി നിൽക്കുന്ന, ഫിക്ഷൻ്റെ ബോർഡറിൽ വന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ മെല്ലിഫ്ലുവസ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു ഭാഷയുടെ ഒഴുക്ക് അതിലുണ്ട്. അത് നമ്മളുടെ വായനയെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള കൃതിയാണ്. നമ്മുടെ വായനയിലേക്ക് അതുവരെ നമുക്ക് കടന്ന് കിട്ടിയിട്ടില്ലാത്ത ഏതൊക്കെയോ മേഖലയിലേക്കുള്ള വെളിച്ചം പകർന്നു തരുന്ന കൃതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭവ മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന കൃതിയാണ്. വളരെ ഭാവാത്മകമായ രീതിയിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന കൃതിയാണ്. അതിനെ നോവലെന്ന് പറയാമോ, അല്ലെങ്കിൽ ഫിക്ഷൻ എന്ന് പറയാമോ, അതല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആഖ്യാനം എന്ന് പറയാമോ, ജീവിതകഥയെന്ന് പറയാമോ എന്നൊന്നും നമുക്ക് തന്നെ വ്യക്തമായി ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയിയാണ്. അരുന്ധതി റോയിയുടെ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന കൃതിയുണ്ട്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന കൃതിയിൽ ഈ സമൂഹത്തെ പൊള്ളിക്കുന്ന തരത്തിലുള്ള ജീവിതാനുഭവ കഥകളുണ്ട്. അതിൽ അൽത്താഫ് എന്ന പേരിൽ ആൺകുട്ടിയായി ബാല്യത്തിൽ കഴിഞ്ഞ ഒരാൾ അഞ്ചാം എന്ന പേരിൽ പെൺകുട്ടിയായി ജീവിക്കുന്നതിൻ്റെ ചിത്രം നമുക്കതിൽ വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആ ചരിത്രത്തിൽ ഏറ്റവും ഒടുവിൽ ഈ മേഖലയിലുണ്ടായ കൃതികളിൽ ഒന്ന് സത്യത്തിൽ ജാനമ്മ കുഞ്ഞുണ്ണിയുടെ ശിവകാമി ആണ്. അങ്ങനെ അത്യപൂർവമായി മാത്രമേ നമ്മുടെ കാലത്തിൽ ഏതാണ്ട് അടയാളപ്പെടുത്താവുന്ന വിധത്തിലുള്ള കൃതികൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ വിധത്തിൽ ഉള്ള ജനവിഭാഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളൂ. സത്യത്തിൽ നമ്മുടെ ചരിത്രമെടുത്താൽ എല്ലാ കാലവും ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗം മറ്റ് ആളുകൾക്കെല്ലാം ഉള്ളതുപോലെയുള്ള മനസ്സോടുകൂടി ഇവിടെ ജീവിച്ചിരുന്നു. ആ മനസ്സുകളിലൊക്കെ തന്നെ വളരെ സന്തോഷവും വളരെ ദുഃഖവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അവരുടെ സന്തോഷങ്ങളോ അവരുടെ ദുഃഖങ്ങളോ അവരുടെ ആശങ്കകളോ അവരുടെ ഉത്കണ്ഠകളോ ഒന്നും തന്നെ ആരും അടയാളപ്പെടുത്തി വയ്ക്കാതെ പോയി സാഹിത്യത്തിൽ. അങ്ങനെ ഉള്ളൊരു വലിയ പോരായ്മ അത് നികത്തപ്പെടുക കൂടി ചെയ്യുന്ന ഒരു കാലഘട്ടം ആണിത്. ആ കാലഘട്ടത്തെ സവിശേഷമായ രീതിയിൽ ചൈതന്യവത്താക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൃതി എഴുതിയ സോണിയ ജെ നായർ, എൻ്റെ ആ സുഹൃത്തിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരേ സമയം വന്ദിക്കപ്പെടുകയും അതേസമയം തന്നെ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന വിഭാഗം കൂടിയാണ് എന്നോർക്കണം. അത് ഈ പുതിയ കാലത്ത് അങ്ങനെയാണ് എന്നല്ല. ഞാൻ ഏതാണ്ടൊരു 10-15 വർഷം ഡൽഹിയിൽ ജീവിച്ചയാളാണ്. അതുകൊണ്ട് അവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഞാൻ പറയുന്നതൊരു വളരെ യാഥാസ്ഥിതികമായൊരു കുടുംബത്തെക്കുറിച്ചാണ്. യാഥാസ്ഥിതികമായൊരു കുടുംബം ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ യാത്രയ്ക്ക് യാത്രാമുഖത്ത് വെച്ച് അഭിമുഖമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാണ്. ഈ യാഥാസ്ഥിതിക കുടുംബത്തിന് വളരെ സന്തോഷമാണ്. അതൊരു നല്ല ശകുനമായി ആണ് അതിനെ പൊതുവെ കണക്കാക്കാറുള്ളത്. അതേപോലെ ഒരു വീട്ടിലൊരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ കാണാൻ ഇവർ വരണമെന്ന് വീട്ടുകാരൊക്കെ ആഗ്രഹിക്കും. വളരെ മംഗളകരമായ കാര്യങ്ങൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പൊതുവെ ഒരു വിശ്വാസം. പക്ഷേ ഈ രണ്ട് അല്ലാതെ മറ്റേ എപ്പോൾ ഇവരെ കണ്ടാലും അവരെ അപ്പോൾ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരവും ഡൽഹിയിൽ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്.
എന്നാൽ അത്തരം യാഥാസ്ഥിതികമായ സമീപനങ്ങളെ, യാഥാസ്ഥിതികമായ സങ്കല്പങ്ങളെയൊക്കെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ വിഭാഗം ആളുകളും മനുഷ്യർ എന്നൊരു ബോധത്തിലേക്ക് ഉണരുകയാണ്. എല്ലാവർക്കും മാനുഷികമായിട്ടുള്ള വികാര വിചാരങ്ങളുണ്ട്, ഭാവകൽപ്പനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ധർമ്മസങ്കടങ്ങളുണ്ട്, ദ്വേഷ പ്രണയ സമ്മിശ്രമായ ഭാവങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്ന ഒരു സമൂഹത്തിൽ അതാണ് അതിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യമെന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കൃതികൾ ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണുന്നത് തീർച്ചയായും വളരെയേറെ സന്തോഷകരമാണ്. ഇതിൽ ഒരു പ്രത്യേകത, ഇപ്പോൾ സോണിയ ജെ നായർ എനിക്കറിയാം, വളരെ ആലങ്കാരികമായ ഭാഷയിൽ എഴുതാൻ കഴിയുന്ന ആളാണ്. വളരെ ഫ്ലവറി എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയുന്ന ആളാണ്. ഇംഗ്ലീഷ് വളരെ നല്ല കമാൻഡുള്ള ആളാണ്. എന്നാൽ എഴുതുന്ന വിഷയം ആവശ്യപ്പെടുന്നത് ഏത് ഭാഷയാണോ ആ ഭാഷയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എഴുതാനുള്ള ഒരു സവിശേഷ ചാതുര്യം സോണിയ കാണിച്ചിട്ടുണ്ട്. അത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആകുന്നു, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആകുന്നു, കൂടുതൽ റീഡബിൾ ആകുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദിസ് ബുക്ക് മേക്സ് എ ഗുഡ് റീഡ് സോണിയ. സമയം ഏതാണ്ട് കഴിയാറാവുന്നു. അയ്യോപ്പണിക്ക് സാറ് എഴുതിയിട്ടുണ്ട്, ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന്. അവിടെ ഒരു ഘടികാരം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘടികാര സൂചിയുടെ പിടിയിൽ കാലം നിൽക്കുന്നില്ല എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതര പുസ്തകങ്ങളെക്കുറിച്ച്, അതായത് ചണ്ടാലിനിയെക്കുറിച്ചും രാഹുലിനെക്കുറിച്ചും ഒക്കെ ഏറെ പറയാനുണ്ടെങ്കിലും അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനിയും ധാരാളം പേർ സംസാരിക്കാനുണ്ട് താനും. അതുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സമാന്തര ജീവിതത്തിൻ്റെ, ഒരു ബദൽ ജീവിതത്തിൻ്റെ ആഖ്യാനങ്ങളാണ്. അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസാണ് ഇതിലൊക്കെ ഉള്ളത്. രാഹുലിൻ്റെ കഥയിലൂടെ ഒരു സമൂഹത്തിൻ്റെ ആകെ കഥ ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. വാൾട്ട് വിറ്റ്മാനാണ് തൻ്റെ ഒരു കൃതിയുടെ മുകളിൽ കുറിച്ച് വെച്ചത്, വെൻ യു ടച്ച് ദിസ് ബുക്ക് യു ടച്ച് ദ മാൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ കൃതിയിൽ തൊടുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ തൊടുന്നു. ഒരു വ്യക്തിയെ തൊടുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ജീവിച്ച കാലഘട്ടത്തെ തൊടുന്നുവെന്നും ആ വ്യക്തിയുടെ മനസ്സിനെ തൊടുന്നുവെന്നും ആ വ്യക്തി ജീവിച്ച സമൂഹത്തെ തൊടുന്നു എന്നുമൊക്കെയാണ്. അങ്ങനെ ഒരൊറ്റ പുസ്തകം കൊണ്ട് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന, ഒറ്റ പുസ്തകം കൊണ്ട് ഒരു മനസ്സിനെയും ഒരു സമൂഹ മനസ്സിനെയും സമൂഹ മനസ്സിൽ വന്ന പരിണാമങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കൃതിയാണ്. നക്സലൈറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട രക്തസാക്ഷിത്വം വരിച്ച വർഗീസ് ഉണ്ട്. ആ വർഗീസുമായി സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൻ്റെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു വിസ്ഫോടനാത്മകമായ യാഥാർത്ഥ്യങ്ങളെ കൂടി ഉണർത്തിത്തരുന്ന വിധത്തിലുള്ളൊരു കൃതിയാണിത്. ചണ്ടാലിനി സ്പീക്സ് എന്നുള്ളതാകട്ടെ ദളിത് സ്ത്രീ ജീവിതത്തിൻ്റെ ദൈന്യങ്ങളെയൊക്കെ തൊട്ട് അടയാളപ്പെടുത്തുന്നതാണ്. ബംഗാളി കവയത്രിയാണ്. അതേപോലെ സാമൂഹ്യ പ്രവർത്തകയാണ്. അങ്ങനെയുള്ള കല്യാണി താക്കൂർ ചരലിൻ്റെ പുസ്തകവും ഈ വിധത്തിൽ നമ്മളുടെ സാധാരണ സാഹിത്യ സങ്കല്പങ്ങളെ ധിക്കരിച്ചുകൊണ്ട് കടന്നു വരുന്ന കൃതികളാണ്. അങ്ങനെ ഉള്ള ധിക്കാരത്തിൻ്റെ, റിവോൾട്ടിൻ്റെ, റെബല്യൻ്റെ, ഡെസ്പയറിൻ്റെ കൃതികൾ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്നും ഓറിയൻ്റ് ബ്ലാക്ക് സ്വാൻ ഇത് ഒക്കെ പ്രകാശിപ്പിക്കുന്നതിന് ഇനിയും ഉള്ള ഘട്ടത്തിൽ മുൻകൈയെടുക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ കൃതികൾ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മൂന്ന് പുസ്തകങ്ങളിൽ ലൈഫ് ഓഫ് രാവുളനെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം. ഒരു ആത്മകഥയാണ്, അതേസമയം അതൊരു ജീവിതമെഴുത്ത് കൂടിയാണ്. ജീവചരിത്രവും ആത്മകഥയും രണ്ടായി പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളവരാണ്, വായിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. ഈ പുസ്തകം കേട്ടെഴുതിയ പി കെ കരിയൻ മൂപ്പനിൽ നിന്ന് ഒരു ജീവിതത്തെ പകർത്തി എഴുതിയ ഇതിൻ്റെ എഴുത്തുകാരി ഫസീല മെഹർ എന്ന് നമ്മളോടൊപ്പമുണ്ട്. ഇത് 2023 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആ മലയാള പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പിൻ്റെ, മൊഴിമാറ്റം ചെയ്ത പതിപ്പിൻ്റെ പ്രകാശനമാണ്. അസാധ്യമായ ഒരു വിവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദേശങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങൾക്കിടയിൽ ഒരു വിവർത്തകൻ ഏതു തരത്തിലുള്ള സാംസ്കാരിക ധർമ്മമാണ് അവയെ കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്യേണ്ടതെന്നുള്ളതിന് നമുക്ക്
എടുത്തു കാണിക്കാൻ പറ്റുന്ന അർത്ഥവത്തായ ഒരു ഉദാഹരണമായി നമുക്ക് മുൻപോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ ലൈഫ് ഓഫ് രാവളൻ എന്ന ഈ ഇംഗ്ലീഷ് പതിപ്പ്. വി പ്രതിഭ എന്ന പ്രതിഭ തന്നെയായിട്ടുള്ള ഒരു വിവർത്തകയാണ് ഇതിൻ്റെ മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു ആത്മകഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ജീവചരിത്ര പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞു. കരിയൻ എന്ന ഒരു രാവുളൻ്റെ ലൈഫ് ഓഫ് എ രാവുളൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രാവുളൻ എന്നത് പേരാണോ അല്ലെങ്കിൽ അതൊരു ഗോത്രനാമമാണെന്ന് അറിയുന്ന മലയാളികൾ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് കാര്യം. ഈ പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ ഈ രാവുളൻ എന്ന് പറയുന്നത് ഈ പുസ്തകം എഴുതിയ ആളുടെ പേരാണ് എന്ന് തെറ്റിദ്ധരിച്ചവർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. കാര്യം രാവുളനെ ഒരു ഗോത്രനാമമായിട്ട് അറിയുന്ന ആളുകൾ പോലും ചുരുക്കമായിട്ടുള്ള ഒരിടത്ത് കരിയൻ എന്ന ഒരു രാവുളൻ അയാളുടെ ജീവിതം പറയുമ്പോൾ അത് ഒരു ഗോത്രത്തിൻ്റെ ജീവിതം കൂടിയായി മാറുന്ന, അല്ലെങ്കിൽ ഗോത്രാതിർത്തികളും ദേശാതിർത്തികളും ഭേദിച്ച് തദ്ദേശീയരായിട്ടുള്ള ഏത് ജനതയുടെയും ജീവചരിത്രവും ഒരു ദേശചരിത്രവും തന്നെയായി മാറുന്ന വിശാലമായ ഒരു ഭൂമികയിലേക്ക് അത് പരിവർത്തനപ്പെടുന്നതിൻ്റെ വായന അനുഭവം കൂടിയാണ് ലൈഫ് ഓഫ് എ രാവുളൻ നമുക്ക് സമ്മാനിക്കുന്നത്. ഫസീല മെഹർ കരിയൻ എന്ന ആ രാവുള വംശജനായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം കേട്ട് ഒരു ഇതര ഭാഷയിലേക്ക് അത് പ്രതിഭ പകർത്തി എഴുതുമ്പോൾ ആ ജീവിതത്തിലൂടെ ഫസീലയുടെ ഇംഗ്ലീഷ് വിവർത്തനം ഏറ്റെടുക്കാനും അത് അവതരിപ്പിക്കാനും തനിക്ക് എങ്ങനെയാണ് താല്പര്യമുണ്ടായതെന്ന് അതിൻ്റെ ആമുഖ ലേഖനത്തിൽ പ്രതിഭ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു ജീവിതത്തിൽ, ലോകത്തെ മറികടക്കുന്ന ഒരു ആദിവാസി എന്ന നിലയിൽ കരിയൻ മൂപ്പൻ എങ്ങനെയാണ് തൻ്റെ അനുഭവങ്ങളെ, പോരാട്ടങ്ങളെ, ഉൾക്കാഴ്ചകളെയൊക്കെ വിവരിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു എന്ന് പ്രതിഭ ഈ പുസ്തകത്തിലൂടെ തിരിച്ചറിയുന്നു. എന്നിട്ട് അവരടയാളപ്പെടുത്തുന്ന വാചകം ഇങ്ങനെയാണ്: വിഭിന്ന സംസ്കാരങ്ങൾക്കിടയിലൂടെ അവരെ യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഒരു വിവർത്തകയ്ക്ക് ഒരു കൃതിയെ കൊണ്ട് ബോധം വരിക, അല്ലെങ്കിൽ ആ കൃതി അവരെ അതിന് തയ്യാറാക്കുക എന്ന് പറയുന്ന തരത്തിൽ ആത്മവത്വം ഉൾക്കൊള്ളുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതാനുഭവം എഴുത്താണ് ഈ ഒരു പുസ്തകത്തിൻ്റെ രചനയിലൂടെ നടന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പുസ്തകം ഒറ്റയാളുടെ ജീവചരിത്രം എന്നുള്ളതിനുപരി ഒരുപാട് ബദൽ സംസ്കാരങ്ങളുടെ ചരിത്ര അടയാളപ്പെടുത്തൽ കൂടിയുണ്ട്. മുഖ്യധാരാ ചരിത്രം തമസ്കരിച്ച അനേകം ലഘുചരിത്രങ്ങളുടെ അടയാളപ്പെടുത്തൽ കൂടിയുണ്ട്. നമുക്കറിയാം, പ്രഭാവർമ്മ സാർ ഇവിടെ സൂചിപ്പിച്ചു, നക്സൽ ചരിത്ര പ്രസ്ഥാനം അല്ലെങ്കിൽ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിൽ പലയിടങ്ങളിൽ പല കാലങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് RK ബിജുരാജ് എഴുതിയ നക്സൽ ദിനങ്ങളായാലും, K അജിതയുടെ കേരളാസ് നക്സൽ ബാരി എന്ന് പറയുന്ന പുസ്തകമായാലും, സെബാസ്റ്റ്യൻ ജോസഫിൻ്റെ പുസ്തകമായാലും, അവസാനം KR മീരയുടെ യുദാസിൻ്റെ സുവിശേഷത്തിൽ വരെ നമ്മൾ വായിച്ചറിഞ്ഞ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വേറിട്ട് നക്സൽ വർഗീസ് എന്ന പേരായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന നക്സൽ ബാരി പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന മനുഷ്യനെ വയനാട്ടിലെ ആദിവാസികളുടെ പെരുമനായി കണ്ടുകൊണ്ട് തൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ കണ്ടെടുക്കുന്ന നക്സൽ വർഗീസിൻ്റെ ജീവിതത്തെ കരിയനിലൂടെ നാം വായിച്ചറിയുമ്പോൾ അത് അക്കാലം വരെ നക്സൽ വർഗീസിനെ കുറിച്ച് നാം വായിച്ചറിഞ്ഞിട്ടുള്ള എല്ലാ ആഖ്യാനങ്ങളെയും അതിജീവിക്കുന്ന ഒന്നായിട്ട് ഒരാളുടെ അനുഭവത്തിൽ നിന്നുള്ള വീണ്ടെടുക്കലാകുമ്പോൾ അത് നക്സൽ വർഗീസിൻ്റെ ജീവചരിത്രം എഴുത്തുകൂടിയായി മാറുന്നു ലൈഫ് ഓഫ് എ രാവളൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീവചരിത്രത്തിലൂടെ അനേകം ലഘുചരിത്രങ്ങൾ നാം വായിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത മറ്റ് ചരിത്രങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാവുളർ എന്ന് പറയുന്ന ആ ഗോത്രനാമം ഇന്ന് അങ്ങനെയല്ല ഉപയോഗിക്കപ്പെടുന്നത്. അടിയാർ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു ആദിമ ഗോത്രത്തിൻ്റെ പേര്, ആ പേര് എന്ന് പറയുന്നത് ഒരു വംശാവലി ചരിത്രത്തിൻ്റെ ആഴങ്ങളോളം പോകുന്ന വേരുകൾ കൂടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ഒരു രാവുളനായി തന്നെ നിന്നുകൊണ്ട് തൻ്റെ വംശാവലി ചരിത്രം പറയുക കൂടിയാണ് ചെയ്യുന്നത്. കർണാടകത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു
അലഞ്ഞു തിരിയുന്ന ഗോത്രവർഗം, നൊമാഡിക് കൾച്ചറിൽ പെടുന്ന ഒരു വർഗമായിരുന്നു രാവുളർ എന്ന് പറയുന്ന ഒരു ഗോത്ര സമൂഹം. അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലെത്തുന്നു. അക്കാലത്തെ വയനാട് കൊടും വനമായിരുന്നു. ആ വനം വെട്ടിത്തെളിച്ച് അവർ റാഗിയും തിനയും കൃഷി ചെയ്യുന്നു. ചതുപ്പുകൾ നികത്തി അവർ നെല്ല് കൃഷി ചെയ്യുന്നു. അവിടേക്ക് ബ്രാഹ്മണരുടെ അധിനിവേശം ഉണ്ടാകുമ്പോൾ അവരുടെ ദേശവും അവരുടെ മണ്ണും ക്ഷേത്രങ്ങളും അവരുടെ ഗോത്രവംശത്തിൻ്റെ ആചാരങ്ങളും എല്ലാം ബ്രാഹ്മണരുടേതായി മാറുന്നു. തദ്ദേശീയരുടെ ഭൂമി, മണ്ണ്, അവരുടെ അധ്വാനം കൊണ്ടവർ വീണ്ടെടുത്ത ഇടം എല്ലാം അധിനിവേശ സംസ്കൃതിയുടെ കീഴിലാക്കുമ്പോൾ രാവുളർ എന്ന ആ ഗോത്രനാമം പോലും അവർക്ക് നഷ്ടപ്പെടുകയും അടിയാർ എന്നുള്ള പേരിൽ പിന്നീട് അവർ അറിയപ്പെടുകയും ചെയ്യുന്നിടത്ത് ഈ ദേശാതിർത്തികൾക്കപ്പുറം, അതാണ് ഞാൻ ഇതിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ രാവുളർ എന്ന ഒരു ഗോത്രത്തിൻ്റെ ചരിത്രം മാത്രമല്ല. നമ്മൾക്കറിയാം ബ്രാഹ്മണാധിനിവേശം മൂലം തദ്ദേശീയ സംസ്കാരങ്ങളുടെ പേരും വേരും നഷ്ടപ്പെട്ടതിൻ്റെ ഇന്ത്യൻ ചരിത്രം കൂടിയായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഗോത്രവംശത്തിൻ്റെ ആ വംശത്തിൽ നിന്ന് ഉയർന്നു വന്നയാൾ, നൂറ്റാണ്ടുകളായി നിശബ്ദരാക്കപ്പെട്ടിരുന്ന, ശബ്ദം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരാൾക്ക് ശബ്ദമുണ്ടാകുമ്പോൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് ഒരു ദേശത്തിൻ്റെ ചരിത്രം കൂടിയായി മാറുന്നത്, ഇന്ത്യ എന്ന മഹാദേശത്തിൻ്റെ ചരിത്രം കൂടിയായി മാറുന്ന ഒരു സവിശേഷ സന്ധി നമുക്ക് ഈ പുസ്തകത്തിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പുറംപോക്കുകൾ എന്നത് ജീവിക്കുന്ന ഇടത്തിൻ്റെ പേരും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ പേരും വിളിപ്പേരുകളും കൂടിയാകുന്ന ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടവരും അരികുമാറ്റപ്പെട്ടവരുമായ മനുഷ്യരെഴുതുന്ന പുതിയ ചരിത്ര പുസ്തകങ്ങൾ തന്നെയായി അവരുടെ ജീവിത ചരിത്രങ്ങൾ മാറുമ്പോൾ അക്ഷരങ്ങളെ വിലക്കിട്ട് അദൃശ്യരാക്കി അവരെ ദൃശ്യതയും ശബ്ദവും വിലക്കപ്പെട്ട മനുഷ്യർ അതിജീവനത്തിലൂടെ, പ്രതിരോധത്തിലൂടെ അവരുടെ ശബ്ദം വീണ്ടെടുക്കുന്നതിൻ്റെ കൂടി ദൃശ്യഭാഷയായി നാം വായിക്കുന്ന പുസ്തകങ്ങൾ മാറുന്നു എന്നിടത്താണ് അത് കലയ്ക്കുപരി കലാപങ്ങളായി മാറുന്നത്. അക്ഷരങ്ങൾക്കുപരി പ്രതിരോധ സംസ്കാരത്തിൻ്റെ രൂപപ്പെടുത്തലായി അത്തരം വൈജ്ഞാനിക ഇടപെടലുകൾ മാറുന്നത്. അതിനിടമൊരുക്കിയ ഫസീലയെ തീർച്ചയായിട്ടും കരിയൻ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം കേൾക്കുകയും പകർത്തുകയും അദ്ദേഹം ജീവിച്ച പോരാട്ടങ്ങളുടെ അടയാളപ്പെടുത്തൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നിക്കുന്ന ജീവിത ചരിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ പുസ്തക വായന നമ്മളെ കൊണ്ടുപോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ നക്സൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും ചെയ്ത ആ ഒരു മനുഷ്യൻ്റെ ജീവിതകഥ കേരളത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു ആദിവാസി നക്സൽ പ്രവർത്തകനായതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടതിൻ്റെ ചരിത്രം നമ്മൾ പിന്നീട് വായിച്ചറിയുന്നത് ഫസീലയുടെ പുസ്തകത്തിലൂടെയാണ്. നൂറ്റാണ്ടുകളായി മറയ്ക്കപ്പെട്ടിരുന്ന ഒരു ചരിത്രം വെളിപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നമുക്ക് മുന്നിൽ വെളിപ്പെടാതിരുന്ന പോരാട്ടങ്ങളുടെ, സഹനങ്ങളുടെ ഒരു ചരിത്രം നമ്മളുടെ മുന്നിൽ അടയാളപ്പെടുത്തിയതിന് നമ്മൾ കരിയൻ മൂപ്പൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. 2020 അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരണമടയപ്പെട്ടു. പക്ഷേ അതിനുള്ളിൽ തന്നെ ഫസീല ആ മഹാമനുഷ്യനെ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം, ഒരു ഗോത്ര ജീവിതം ജീവിച്ച മനുഷ്യൻ്റെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അറിവുകൾ, പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ മാത്രം സ്വായത്തമാകുന്ന ഒരു പുസ്തകത്തിലും നമുക്ക് വായിക്കാനാവാത്ത അനേകം അറിവുകൾ, ഒരു ജനത, ഒരു കുട്ടി എങ്ങനെയാണ് രാവുളനായി ജനിക്കുകയും രാവുളനായി മാറുന്ന ആ ജീവിത പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളായി എഴുതുമ്പോൾ ഒരു ഗോത്ര ജനതയുടെ സംസ്കാരത്തെയാണ് നമ്മൾ വായിച്ചറിയുന്നത്. PK കാളൻ എന്ന് പറയുന്ന തൻ്റെ അമ്മാവൻ്റെ ജീവചരിത്രം കൂടിയാണ് ഈ രാവുളൻ്റെ ആത്മകഥയിലൂടെ കരിയൻ എഴുതുന്നത്. PK കാളനെ നിങ്ങൾക്കറിയാം. ഗദ്ദിക എന്ന് പറയുന്ന ഗോത്ര കലാരൂപത്തിൻ്റെ സംരക്ഷകനും കാവൽക്കാരനുമായി നിലകൊണ്ട PK കാളനെ ഫോക്ലോർ പഠന മേഖലയിലെങ്കിലും ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. PK കാളൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു കലാരൂപത്തെ എങ്ങനെയാണ് തൻ്റെ ഗദ്ദിക എന്ന് പറയുന്ന ആ ഗോത്ര കലാരൂപത്തെ സംരക്ഷിക്കാനായിട്ടും ആദിവാസികളുടെ അവകാശ സംരക്ഷണത്തിനും എങ്ങനെയാണ് തനിക്ക് മാതൃകയായി നിന്നതെന്ന് ഒന്നിലധികം അധ്യായങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഗദ്ദിക എന്ന ഗോത്ര കലാരൂപത്തിൻ്റെ കൂടി ആത്മകഥയായി മാറുന്നു. അതുപോലെ PK കാളൻ്റെ ജീവചരിത്രവും കൂടിയായി PK കരിയൻ്റെ ആത്മകഥ മാറുന്നു എന്നുള്ളിടത്തും ഞാൻ പറഞ്ഞ ആദ്യ ഉദാഹരണം, ഒന്നിലധികം ബൃഹദാഖ്യാനങ്ങളുടെ ഒരു സഞ്ചയികയായിട്ട് ഒരു ജീവചരിത്ര പുസ്തകം മാറുന്ന കാഴ്ച
നമ്മൾ കാണുന്നു. ഇനി മറ്റൊന്നും കൂടി പറയാതിരിക്കാൻ വയ്യ. ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ്. ഒരു ദേശത്തിൻ്റെ അതിർത്തികൾ നമുക്കറിയാം. ഒരു ദേശാതിർത്തിയെ നിർണ്ണയിക്കുന്നത് നാം ജീവിക്കുന്ന ഇടത്ത് ഭരണാധികാരികളും അല്ലെങ്കിൽ ഭരണവർഗവുമാണ് ദേശത്തിൻ്റെ അതിർത്തികൾ നിർണ്ണയിക്കുന്നത്. പക്ഷേ താൻ ജീവിക്കുന്ന ഇടത്തെ നമ്മുടെ ഈ പുസ്തകത്തിൽ കരിയൻ മൂപ്പൻ പരിചയപ്പെടുത്തുന്നത് തൃശ്ശിലേരി എന്ന ദേശത്തെ, തൻ്റെ ദേശം തൃശ്ശിലേരി എന്ന് നമുക്കറിയുന്ന ആ ദേശത്തെ PK കരിയൻ പറയുന്നത് ഇങ്ങനെയാണ്: കാട് കടന്ന് ഒരു കുന്നിറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന നാട് നിങ്ങൾക്ക് തൃശ്ശിലേരിയാകാം, എന്നാൽ ഞങ്ങൾക്കത് രാവുള്ള നാടാണ്. പഞ്ചായത്തോ ഗ്രാമമോ വരച്ച അതിർത്തികളിലൂടെയല്ല ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിലൂടെ പോകുന്നത്. ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് ആനമല അരുവിയിൽ നിന്ന് വണ്ണാത്തിക്കൊല്ലി വരെയും പാമ്പൻ മൊട്ടയിൽ നിന്ന് തണ്ണീർപന്തൽ വരെയും വ്യാപിച്ചു കിടക്കുന്നു. ആ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. നമ്മൾ നോക്കിക്കോളൂ, ഒരു ദേശം, ഒരു ജനത അതിൻ്റെ ഭൂമിയെ, അതിൻ്റെ അതിർത്തിയെയൊക്കെ നിർണ്ണയിക്കുകയും ആ ദേശാതിർത്തിക്കുള്ളിൽ അവരായി ജീവിക്കാനായി സ്വാതന്ത്ര്യം നേടുകയും ചെയ്യുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനുപരിയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ലോകം. അതുപോലെ തന്നെ നമ്മൾ സമത്വത്തിൻ്റെതായിട്ടുള്ള, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നൂറ്റാണ്ടുകളായി രാവുളർ ജീവിച്ചിരുന്ന ആ ഒരു ദേശത്തിൻ്റെ സവിശേഷതകളെ ഒക്കെ നമ്മൾ വായിച്ചറിയുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. കാരണം സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ നാം സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചിട്ട് 70 വർഷക്കാലത്തെ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് പ്രാപ്തമാകാത്ത സമത്വ സമൂഹത്തിലാണ് രാവുള വംശം അതിൻ്റെ ഉൽപ്പത്തികാലം മുതൽ ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകും. നമ്മൾ രാവുളൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരംശം മാത്രമാണ് ഈ ഒരു ചെറിയ പരിചയപ്പെടുത്തലിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. സമയത്തിൻ്റെ പരിമിതികളുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ശബ്ദവും ദൃശ്യതയും നിഷേധിക്കപ്പെട്ട ഒരു വംശത്തിന് അവരുടെ ശബ്ദത്തിൽ അവരുടെ വംശാവലി ചരിത്രം അടയാളപ്പെടുത്താനുള്ള ഇടമൊരുക്കുക എന്നുള്ളത് വൈജ്ഞാനികതയുടെ വലിയ കർത്തവ്യങ്ങളിൽ ഒന്നാണ് എന്ന് കരുതുന്ന ഒരു പുസ്തക പ്രസാധന സംരംഭം അത്തരത്തിലുള്ള ഒരു വലിയ കർത്തവ്യം ഏറ്റെടുത്തതിൻ്റെ അനുരണനമാണ് ഈ 3 പുസ്തകങ്ങളിലൂടെയും. അത് ലൈഫ് ഓഫ് രാവുളൻ മാത്രമല്ല, ചണ്ടാലിനി സ്പീക്സും രഞ്ജിമാറിൻ്റെ ആത്മകഥയും എല്ലാം നമ്മളോട് പറയുന്നത് ഇത്തരത്തിൽ ഒരു കാലത്ത് ദൃശ്യതയിൽ നിന്നും ശബ്ദത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന, അരികുമാറ്റപ്പെട്ടവർ എന്ന് ഡോക്ടർ അംബേദ്കർ സംബോധന ചെയ്യുന്ന അദൃശ്യരാക്കപ്പെട്ടവർ, ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർക്ക് ചെവി കൊടുക്കുക എന്നാൽ അവരുടെ ജീവിതത്തെയും അവരുടെ കാലത്തെയും ലോകത്തെയും മാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളെ തൊട്ടറിയുന്നത്. നമ്മൾ പുസ്തകത്തിൻ്റെ ഒരു ടാഗ് ലൈനായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാചകം പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ ടു എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ ദേശത്തിൻ്റെതായി പറയുന്നതിലെല്ലാം വ്യക്തിപരം എന്നുള്ളത് ചേർന്ന് തന്നെയാണ് ദേശത്തിനെ സംബന്ധിക്കുന്നതായി മാറുന്നത് എന്നുള്ള ഒരു പകർത്തിയെഴുത്തും കൂടി സാധ്യമാക്കുന്ന ചരിത്രപരമായ, കലാപരമായ, വൈജ്ഞാനികമായ എന്നാൽ ജീവിതത്തെ തൊട്ടു നിൽക്കുന്ന ഒരു പുസ്തകരചനയിലെ സാർത്ഥകമായിട്ടുള്ള പങ്കാളികളായി മാറിയതിൻ്റെ രചയിതാക്കളെയും വിവർത്തകനെയും ഈ പുസ്തകം ജനസമൂഹത്തിൻ്റെ മുന്നിൽ ദേശാതിർത്തികൾ ഭേദിച്ചിട്ടുള്ള വായന ഇതിന് സാധ്യമാകാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു വിവർത്തന ശ്രമം നടത്തിയ ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ട് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓറിയൻ ബാക്സ്വാൻ പബ്ലിഷേഴ്സിനെയും ഈ ഒരു പുസ്തകോത്സവ വേദിയിൽ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ എനിക്ക് അവസരം തന്നതിൻ്റെ കൂടി പേരിൽ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹം. ഒരു ക്ഷമാപണത്തോടെ തുടങ്ങാൻ കാര്യം, നമ്മുടെ ഷെഡ്യൂളിൻ്റെ സമയത്തിൻ്റെ ഒരു കുറവ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം ഈ ഒരു സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അത് കാണിക്കുന്ന കാര്യം. ആൾക്കാർക്ക് സംസാരിച്ച് തീരുന്നില്ല, അത്ര രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇനി 2 പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. നിനിത മാഡം ഉണ്ട്, അതുപോലെ തന്നെ ബിന്ദു ടീച്ചറും ഉണ്ട്. 2 പേരെ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഇതിനെപ്പറ്റി പറയാൻ ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന കുക്കു ടീച്ചർ, ലക്ഷ്മിപ്രിയ ടീച്ചർ, വിഷ്ണു സാറ്, ഗായത്രി ടീച്ചർ, ഇവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മറ്റൊന്നും പറയുന്നില്ല. ഈ അവർ ലൈഫ് എന്നുള്ളൊരു പരമ്പരാനാമത്തിലൂടെ യഥാർത്ഥത്തിൽ ഓറിയൻ ബ്ലാക്സ്വാൻ ചെയ്യുന്നത് പ്രസാധനത്തിലെ ഒരു രാഷ്ട്രീയവും സാമൂഹികവുമായ ദൗത്യം ഏറ്റെടുക്കലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ബദൽ ജീവിതം, ഇങ്ങനെയും ഒരു ജീവിതം സാധ്യമാണ് എന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ച 3 ആളുകളുടെ ജീവിതങ്ങളാണ് ഇവർ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിലൂടെ 2 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന്, ഇത്തരം ജീവിതങ്ങൾ പലപ്പോഴും
പ്രാദേശിക ഭാഷകൾക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു വരേണ്യ സ്വഭാവമുണ്ട്. ആ വരേണ്യ സ്വഭാവത്തെ പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിലൂടെ ഇത് സാധ്യമാണ് എന്നതുകൂടിയാണ്. ആ ഭാഷയുടെ ഒരു വരേണ്യ സ്വഭാവത്തെ കൂടി ഇതിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മറികടക്കാനാണ് യഥാർത്ഥത്തിൽ ബ്ലാക്ക് സ്വാൻ ശ്രമിക്കുന്നത്. ഈ രണ്ട് ശ്രമങ്ങൾക്കും മാത്രമല്ല ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഭാഷ, ഇതിലെ 3 ആളുകളും അതിൻ്റെ പരിഭാഷ നടത്തിയ പ്രതിഭ, ഞാൻ ആ പുസ്തകമാണ് ഏറ്റവും കൂടുതലായിട്ട് വായിച്ചത്. പ്രതിഭയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് 3 എഴുത്തുകാരാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ വരേണ്യതയെ വെടിഞ്ഞുകൊണ്ടുള്ള വളരെ ലളിതമായ ആഖ്യാനത്തിനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ഈ കഥ പറയുന്ന 3 ആളുകളുടെയും ജീവിതത്തിനോട് കൃത്യമായി നീതി പുലർത്തിക്കൊണ്ടുള്ള ആഖ്യാനത്തിനാണ് ഈ 3 പേരും ശ്രമിക്കുന്നത്. ഇത് പ്രസാദനം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത ബ്ലാക്ക് സ്വാന് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. আমারো দিন ভুরালো শারদো প্রাদো বাসি বাসി তোমায় ദേ যাও. ടാഗോറിൻ്റെ വരികളാണ്. എൻ്റെ കയ്യിലുള്ള ഈ പുൽത്തണ്ട് ഞാൻ ആരെ ഏൽപ്പിക്കും, ഓടക്കുഴൽ ആരെ ഏൽപ്പിക്കുമെന്നാണ് ടാഗോർ ഒരു കവിതയിൽ ചോദിക്കുന്നത്. കാട്ടുപുൽത്തണ്ടുകൾ അവ എവിടെയായിരുന്നാലും എല്ലാ കാലത്തിലും ഒരാഘാതം പോലെ സൂര്യപ്രകാശം, വെളിച്ചം ഒരലർച്ചയോടെ അവയ്ക്കുമേൽ വീഴുക തന്നെ ചെയ്യും. അവ പ്രഖ്യാപിക്കുന്ന 3 പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പുസ്തകങ്ങൾ വായിക്കുക, പ്രചരിപ്പിക്കുക. അത്തരം ചണ്ടാളിനിമാർ സംസാരിക്കട്ടെ എന്ന പുസ്തകമാണ് ഞാൻ സ്വീകരിച്ചത്. എല്ലാത്തിനെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രസാധകർക്കും ആശംസ. നന്ദി. ഗുഡ് മോർണിംഗ്. റീഡിംഗ് റൈറ്റിംഗ് ഓൾട്ട് ലൈഫ് സംവാദ പരമ്പരയിലെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ഹരീഷ് പറഞ്ഞതുപോലെ. മാത്രമല്ല ചില പുസ്തകങ്ങളൊക്കെ ഇപ്പം മാഡം ആണെങ്കിലും ശരി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഡിസ്കഷൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ സാഹിത്യം, വിവർത്തനം, അതേപോലെ തന്നെ അനുഭവം, ഇതെല്ലാം ഒത്തിരി നിറച്ചിട്ടുള്ള 3 പുസ്തകങ്ങളാണ് നമുക്കിവിടെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതരായ ഡോക്ടർ എൻ ലക്ഷ്മിപ്രിയ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, ഡോക്ടർ വിഷ്ണു നാരായൺ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, ആൻഡ് ഡോക്ടർ കുക്കു സേവിയർ. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. അവരുടെ എല്ലാം വായനകളും ഇതേക്കുറിച്ചുള്ള ചിന്തകളും നമ്മൾക്ക് എന്താണ് എന്നറിയാം. ആദ്യം ലക്ഷ്മിപ്രിയയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഒരു ചർച്ചയ്ക്കുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് തന്നെ വളരെ വളരെ ചുരുക്കി ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാം. ഞാൻ ഒരു റാവുളിൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ മുൻപ് തന്നെ നമുക്ക് ദീർഘമായ ചർച്ച നടന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനിതിനെ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു സീരീസ് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര ജീവിതങ്ങളെ, അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന അധികാര ശക്തികളെ നിന്ന് വിഭിന്നമായി മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു ചരിത്രങ്ങൾ, ജീവിതങ്ങൾ, അനുഭവങ്ങൾ മുൻപോട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു ജ്ഞാനനിർമ്മാണമാണ് ഈ പർട്ടിക്കുലർ സീരീസ്, ഓറിയൻ ബ്ലാക്ക് സ്വാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ സീരീസ് മുമ്പോട്ട് വെക്കുന്നത്. അതിൽ പരാമർശിച്ചുകൊണ്ട് മാത്രം 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ 2015 ശേഷം, പ്രത്യേകിച്ചും 2020 ശേഷമാണ്, നേരത്തെ തന്നെ ഉണ്ട്, നാരായണൊക്കെ ഉണ്ട് നമുക്കറിയാം, പക്ഷേ 20 ശേഷം വളരെ സജീവമായി ആദിവാസി സാഹിത്യം നമുക്കിടയിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ. അത് കൂടുതലും കവിതകളുണ്ട്, ഓർമ്മക്കുറിപ്പുകളുണ്ട്, ഇതുപോലെയുള്ള ആത്മഭാഷണങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ജീവിതത്തോടും അനുഭവത്തോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹിത്യ രൂപങ്ങൾ എന്ന നിലയിൽ തന്നെ കവിതകളും ആത്മഭാഷണങ്ങളും എല്ലാം നമ്മളോട് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യ രൂപങ്ങൾ, ഗോത്ര കവിതകളായാലും മറ്റ് രൂപങ്ങളായാലും മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഭാവുകത്വത്തെ പൊളിച്ചുകൊണ്ട് പുത്തനായിട്ടുള്ളൊരു ഭാവുകത്വം, അത് വെറും ഒരു ഭാവുകത്വം എന്ന് മാത്രം പറഞ്ഞു ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ജ്ഞാന നിർമ്മിതി തന്നെയാണ്, ഒരു നോളജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ നോളജ് ഫോർമേഷൻ തന്നെയാണ് അത് മുൻപോട്ട് വെക്കുന്നത്. അത്തരത്തിൽ ഒരു നോളജ് ഫോർമേഷൻ മുൻപോട്ട് വെക്കുന്ന പുസ്തകങ്ങളെ എടുത്തുകൊണ്ട് പരിഭാഷയിൽ ഊന്നി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. നമുക്കറിയാം, കരിയൻ്റെ പുസ്തകം ഇത്തരത്തിൽ മുമ്പ് പറയുമ്പോൾ അത്
നമുക്കറിയാം ഏതൊരു പുസ്തകവും ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പേഴ്സണലായിട്ടുള്ള ജനനം അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം പെട്ടെന്നുള്ള ഒരു പേഴ്സണലൈസ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള സംഗതി സംസാരിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുക. പക്ഷേ ഈ പുസ്തകം ഫസീല ഇവിടെ ഉണ്ട്, നമുക്കറിയാം തുടങ്ങിയിരിക്കുന്നത് സൃഷ്ടിയെക്കുറിച്ചും ഞങ്ങളുടെ കഥ എന്നുള്ള ഒരു വാചകത്തിലാണ്. അതായത് അതൊരു കളക്റ്റീവാണ്, ഒരിക്കലും ഒരു വ്യക്തിയാവുന്നില്ല, ഒരു ഇൻഡിവിജ്വൽ ആവുന്നില്ല, ഒരു കളക്റ്റീവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുതന്നെയാണ് ഗോത്ര ജീവിതത്തിൻ്റെയും ഗോത്ര സാഹിത്യത്തിൻ്റെയും ഒക്കെ പ്രത്യേകത. കളക്റ്റീവാണ്, ഒരു കളക്റ്റീവ് എൻറ്റിറ്റിയെ കുറിച്ചാണ് അവ എപ്പോഴും പരാമർശിക്കാറുള്ളത്. അത് മുൻപോട്ട് നമുക്കറിയാം, ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. കേരള ചരിത്രത്തിൻ്റെ ഒരു ബദൽ വായന ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മറുവായന ആവുന്നുണ്ട്. ഭരണകൂട ഭീകരതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പല ഭാവങ്ങളും തലങ്ങളും അത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജയിൽവാസത്തിനിടയിൽ കരിയൻ എങ്ങനെയാണ് വായനയുടെയും എഴുത്തിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ പുതിയൊരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനമായി പരിവർത്തപ്പെടുത്തുന്നതെന്നുള്ളത് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഓൾട്ട് ലൈഫ് എന്നുള്ള ഒരു സീരീസിൻ്റെ ഒരു ഹെഡിങ്ങിൻ്റെ ബാനറിൽ ഇത് വായിക്കുമ്പം എന്തുകൊണ്ടും നമ്മൾ ഇത്ര നാളും ശീലിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉള്ളിലേക്കെടുത്ത ചരിത്രങ്ങളെ മുഴുവൻ പുറന്തള്ളിക്കൊണ്ട് പുതിയ രീതിയിൽ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, അതൊരു കാലത്തിൻ്റെ ആവശ്യകത കൂടിയാണ്. അത്തരത്തിൽ ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് പുതിയ ജ്ഞാനരൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ആണ് ഈ പറഞ്ഞിരിക്കുന്ന 3 പുസ്തകങ്ങളും, രാഹുലനാണ് ഞാൻ കൂടുതൽ പറയുന്നതെങ്കിലും 3 പുസ്തകങ്ങളും അത്തരം ഒരു സംഗതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഇത്തരം പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ ഏറ്റവും പ്രധാനമാകുന്നു. കാരണം അത് കൂടുതൽ റീഡർഷിപ്പിലേക്കും റീച്ചിലേക്കും പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ ഏറ്റവും പ്രധാനമാകുന്നു. ഞാൻ ആ ഒരു കാര്യത്തിനായി ട്രാൻസ്ലേഷന് ഉള്ള മുൻകൈ എടുത്ത ഓറിയൻ ബ്ലാക്ക് സ്വാനെ ആശംസിക്കാനും അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല, കാര്യം പറയാനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയപരിമിതിയുണ്ട്, ഇനി 2 പേരുണ്ട്, അതുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ എ ചണ്ടാളിനി സ്പീക്സ് കല്യാണി താക്കൂർ ചാറലിൻ്റെ ഈ ഒരു പ്രോസ് പീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ സമയപരിമിതി കൊണ്ട് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക്ക് തന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓൾട്ടറിറ്റി ഡിനോട്ടേറ്റ്സ് ദ അതർനെസ്. അപ്പോൾ ഈ ഒരു അറ്റംപ്റ്റ് ഇവിടെ നടത്തിയതിനായി തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. കാരണം ദ റൈറ്റർ ദാറ്റ് വി ടോക്ക് അബൌട്ട് ഹിയർ ഈസ് കല്യാണി താക്കൂർ ചാറൽ, ആൻഡ് ചാറൽ ഈസ് നോട്ട് ഹർ ഗിവൺ നെയിം, ദാറ്റ് വാസ് കൈൻഡ് ഓഫ് എൻ അഡോപ്റ്റഡ് നെയിം. ഈ ചണ്ടാൾ അല്ലെങ്കിൽ ചാമർ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഡെറോഗേറ്ററി ടെർമിനോളജിയാണ്. ആൻഡ് ഷീ കൈൻഡ് ഓഫ് എംബ്രേസ് ദിസ് അതർനെസ്, ദിസ് പർട്ടിക്കുലർ നെയിം. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് തിങ് ദാറ്റ് ഐ നോട്ടീസ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ വർക്ക് ഈസ് ദിസ് ഈസ് നോട്ട് a work of fiction, this is actually non-fiction. That's again first of a kind. ഇതുവരെ വന്ന കല്യാണി താക്കൂർ ചാറലിൻ്റെ വർക്കുകൾ എല്ലാം ഫിക്ഷണൽ വർക്കായിരുന്നു. അവരുടെ കവിതകളും അവരുടെ നോൺ ഫിക്ഷൻ ഷോർട്ട് സ്റ്റോറി കളക്ഷനുമായിരുന്നു. ഓഫ് കോഴ്സ് there was an autobiography that came out in 2016, Y.I. Sainas Charal. But again, this is a non-fiction work, and she talks about the idea of Dalit feminism and Dalit patriarchy, and in terms of what Gopal Guru already spoke about, in Dalit women speak differently. The way in which it is different. She's talking about the triple marginalization. And again, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഞാനിതിൽ കണ്ടത്, ഷീസ് ടോക്കിംഗ് അബൌട്ട് the idea of translating Dalit writing and the difficulties that the writer face, especially when the translator is a non-Dalit. അപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അക്കാഡമിക്സിൽ നമ്മൾ പണ്ട് മുതൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. ബട്ട് അത് ഈ ഒരു പുസ്തകത്തിലെ ആർട്ടിക്കിൾസിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട്, എസ്സേസിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അനദർ പ്രോമിനൻറ്റ് തിങ് ദാറ്റ് ഹി ടോക്ക് അബൌട്ട് ഈസ് ദ പെയിൻ ഇൻ ട്രാൻസ്ലേഷൻ, ദ പെയിൻ ഇൻ റൈറ്റിംഗ്. ഭാഷ, ലാംഗ്വേജ്, ഭാഷയിലെ വേദന എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ലൈക്ക് how writing an autobiography, writing Dalit literature, it becomes a counter-cultural discourse. ആ ഭാഷയിൽ തന്നെ ആ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. എഴുതുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊട്ടസ്റ്റാണ്. അപ്പോൾ ഈ ദളിത് സാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല അവിടെ വരുന്നത്. We are talking about translating the ideology and whether the translator is able to translate the pain. ഭാഷയിലെ വേദന ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ആൻഡ് ഷീ ഈവൻ കം അപ്പ് വിത്ത്, like, these works do not just are
not just scattered pieces of literary creation, but modes of political resistance. And therefore it needs, എന്ന് പറഞ്ഞ് എന്താണ് ഇതിൻ്റെ ഒരു solution? Because we have already discussed the problems with mediations. ഇപ്പം ദളിത് സാഹിത്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറൽ ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്, നറേറ്റഡ് ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്, and the idea of this mediation, like what happens when this illiterate writer life story is being narrated to a literate person, and how the testimonialist or the narrator's ideologies clash with the ideologies of the writer. ഇത് ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് കല്യാണി അവരുടെ essaysൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ ടോക്സ് അബൌട്ട് ഇൻഫോംഡ് ഇൻ്റർവെൻഷൻ ആൻഡ് കൊളാബറേറ്റീവ് ട്രാൻസ്ലേഷൻ മോഡൽ വിച്ച് ഈസ് that she talk about, that she suggest. ഇവിടെ ചർച്ചകളിലൂടെയാണ് ഈ ട്രാൻസ്ലേഷൻ നടക്കുക. അതായത് ഒരു പുസ്തകം എടുത്ത് വെച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്നതിനേക്കാൾ ഉപരി എങ്ങനെ ഈ ഒരു കൊളാബറേറ്റീവ് ഇൻ്റർവെൻഷൻ, ഇൻഫോംഡ് ഇൻ്റർവെൻഷൻ വിത്ത് ദിസ്, അതായത് ചർച്ചകളിലൂടെ എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളത്. Even it's not just about ideology. Of course there is also ideology, not just the literal piece, but ഐഡിയോളജിയുടെ ട്രാൻസ്ലേഷൻ. അതോടൊപ്പം തന്നെ ഈ വേദനയുടെ, ഭാഷയുടെ വേദന എന്ന ഒരു പ്രയോഗം ഞാൻ നോർമലി അങ്ങനെ കേട്ടിട്ടില്ല ദളിത് സാഹിത്യത്തിൽ, പക്ഷേ അത് ഒരുപാട് കാലമായി ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഭാഷയിൽ അടങ്ങിയിരിക്കുന്നത്, അതായത് ഇത് വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ വന്നിരിക്കുന്നതെന്ന് ഇവിടെ അരുണിമ ചന്ദ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാഷയല്ല ഇവിടെ ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്, ഇവർ പറയുന്ന ഐഡിയോളജീസ്. ആൻഡ് അഗെയിൻ ആ ഭാഷയിലൂടെ ഈ ഒരു പർട്ടിക്കുലർ ഭാഷാ രീതി, അതായത് സംസാര ഭാഷ അല്ലെങ്കിൽ ആ ഒരു ഡയലക്റ്റിക്കൽ വേരിയേഷൻ, ബംഗാളിയിലെ തന്നെ ഡയലക്റ്റിക്കൽ വേരിയേഷൻ ഉപയോഗിക്കുന്നതിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. ഇത്രയും കാലം മെയിൻ സ്ട്രീം റൈറ്റിങ്ങിൽ നിന്ന് മാറ്റി നിർത്തുകയും, അപ്പോൾ ആ മെയിൻ സ്ട്രീം റൈറ്റിങ്ങിൽ ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ കഥ എൻ്റെ ഭാഷയിൽ പറയും, ഭാമ കരിക്കിലൂടെ ചെയ്തതുപോലെ. അതായത് ഒരു പർട്ടിക്കുലർ ഡയലക്റ്റിൽ, സ്വന്തം ഭാഷ, ഞാൻ എൻ്റെ ഭാഷ എൻ്റെ ഡയലക്റ്റിൽ പറയും, അല്ലാതെ ഞാനൊരു മെയിൻ സ്ട്രീമിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലല്ല പറയുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും വലിയ ചലഞ്ചുള്ളത് ട്രാൻസ്ലേറ്ററിനാണ്. എങ്ങനെ ഈ ഒരു ഡയലക്റ്റിക്കൽ വേരിയേഷൻ, ഈ ഭാഷയിലെ വേദന ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദീസ് ആർ എസ്സേസ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നോൺ ഫിക്ഷൻ ആണ് ഈ ഒരു റൈറ്റിങ്ങിൽ മുഴുവൻ വന്നിരിക്കുന്നത്. ഓട്ടോബയോഗ്രഫി വന്നിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബട്ട് ദിസ് ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് റിയലി സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് Orient Black Swan for doing this, and it's already time. Thank you. I believe there is one more person to speak, so please. എഴുത്തുകാരല്ല പുസ്തകത്തെ പറ്റി പറയേണ്ടത്, വായിച്ചവരാണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ചർച്ച പോയത്. എഴുത്തുകാർക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അടുത്തത് കുക്കു ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഒപ്പം ബാക്കി 3 നമ്മുടെ ഓതേഴ്സ് ഉണ്ട്, അവരും കൂടെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള സമയത്തിൽ നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ആരംഭിക്കുമ്പോൾ തന്നെ പുസ്തകത്തിൻ്റെ ബ്ലർബ് വായിച്ചു തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അതിൽ തന്നെയുണ്ട്. Thus, my body that came from the very depths of my mother was finally cast away. I fashioned a body of my choice. This is who I choose to be, and this is who I wish to be seen as. It doesn't matter who you see when you look at me. When I look at myself in the mirror, I see eyes shining with joy. I see a woman with poise and a sense of destiny. She is woman, whole woman, every inch of her. And I, who gave birth to her, I, who am my own mother, I am happy. ഇതാണ് ഈ പുസ്തകം. ഇത് കേവലം ഒരു പുസ്തകമല്ല, ഇത് രഞ്ജുവിൻ്റെ തന്നെ ജീവിതമാണ്, രഞ്ജുവിൻ്റെ തന്നെ പോരാട്ടങ്ങളാണ്. നമ്മളിങ്ങനെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോഴോ ഈ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം വായിക്കുമ്പോഴോ എല്ലാം നമ്മൾ സാധാരണ കാണുന്നത് ഇവരെ ഈ നാട്ടിൽ നിന്നേ പോയി അദൃശ്യമായൊരു ജീവിതം ജീവിച്ച് അതിനുശേഷം പോരാടി വിജയിച്ച് തിരിച്ചു വരുന്ന ഒരു കഥയായിരിക്കും നമ്മൾ സാധാരണ കാണുക. പക്ഷേ രഞ്ജുവിൻ്റെ ജീവിതം അങ്ങനെയല്ല. രഞ്ജു ഇവിടെ തന്നെ ജീവിച്ചു, രഞ്ജു ഇവിടെ തന്നെ പോരാടി, രഞ്ജുവിൻ്റെ വിജയം ഈ നാട് തന്നെയാണ് കണ്ടത്. രഞ്ജുവിൻ്റെ ജീവിതകഥ പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിന് ചുറ്റും, രഞ്ജുവിൻ്റെ ചുറ്റുമുള്ള ജീവിതങ്ങൾ കൂടി ഈ പുസ്തകത്തിലുണ്ട്. LGBTQIA+ പ്രസ്ഥാനങ്ങളുടെ ഒരു വളർച്ച, അവരുടെ പോരാട്ടങ്ങൾ, അതും എല്ലാം കൂടെ രഞ്ജുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നു. രഞ്ജു എന്നത് ആരാണ് എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകും. രഞ്ജു ഒരു കമ്മ്യൂണിറ്റി, ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു പൗരനായിട്ടാണ് രഞ്ജു ജീവിക്കുന്നത്. അത് പറയുന്നത് തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നൊന്നുമില്ല. രഞ്ജു പറഞ്ഞത് ഇത് ഞാനാണ്, എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടാലേ പറ്റൂ എന്നൊരു
വ്യക്തിയാണ് രഞ്ജു. എനിക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കണം എന്ന് രഞ്ജു പറയില്ല. ഇതാണ് എൻ്റെ ശബ്ദം, നിങ്ങളത് കേൾക്കണം എന്നാണ് രഞ്ജു പറയുന്നത്. ആ രഞ്ജു നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നതും ദൂരെ നിന്ന് ആദരവോടെ നോക്കുന്ന ആ രഞ്ജുവിൻ്റെ പുസ്തകം തന്നെയാണിത്. അത് പറയുമ്പോൾ തന്നെ എൻ്റെ എഴുത്തുകാരിയെ പറ്റി കൂടെ പറയേണ്ടതുണ്ട്. സോണിയ ജെ നായർ എനിക്ക് വളരെ വർഷങ്ങളായി പരിചയമുള്ള ഒരാളാണ്. ഞാൻ പരിചയപ്പെടുമ്പോൾ മുതൽ സോണിയയുടെ PhD തീസിസ് ആൻഡ് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു സോണിയ എന്തുമാത്രം അറിവോടും അതിനേക്കാളേറെ സെൻസിറ്റിവിറ്റിയോടും ഈ വിഷയത്തെ സമീപിക്കുമെന്ന്. ഈ പുസ്തകം വായിച്ചപ്പം എൻ്റെ തോന്നലുകളെല്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൽ സോണിയ ഇല്ല, ഇത് രഞ്ജു മാത്രമേ ഉള്ളൂ. ഇത് രഞ്ജുവിൻ്റെ മാത്രം ശബ്ദമാണ്. അത് സോണിക്ക് രഞ്ജുവിനോടുള്ള ആ ഒരു ആദരവ്, ആ ബഹുമാനമാണ് അതാ കാണിക്കുന്ന. ആ ഒരു സെൽഫ് എഫേസ്മെൻ്റ് എന്ന് പറയും. ഞാനെന്നൊരാളില്ല, ഇത് മറ്റൊരാളുടെ ശബ്ദം മാത്രമാണ്. അങ്ങനെ എഴുതിയ ഒരു ബുക്കാണ് രഞ്ജുമാറിൻ്റെ നോ ബ്ലഷസ്, രഞ്ജുമാർ. And I congratulate Orient Black Swan on publishing the series. Thank you. നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്കൊരു 15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഓതേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കാം. ഞാൻ ആദ്യം രഞ്ജുമാർ മാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പല വേദികളിലും പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിലും പല ഇടങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് നോ, ഞാൻ കുറച്ച് നെർവസ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ എപ്പോഴോ വെറുതെ കുത്തിക്കുറിച്ച കുറച്ച് വരികൾ അത് കവിതയായിട്ട് സോണിയ മിസ് ഇതിലേക്ക് എഴുതി ചേർത്തപ്പോൾ ഐ ഡോണ്ട് നോ വൈ ഞാൻ എൻ്റെ ആ പഴയ കാലങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയായിരുന്നു. കാരണം ഒരു അമ്മയുടെ ആ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ആരാണെന്ന് പോലും എനിക്കും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല, ആർക്കും അറിയില്ല. പക്ഷേ എൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ചു ഡോക്ടർ ആൺകുട്ടിയാണെന്ന്. ബിക്കോസ് അത് പ്രൈവറ്റ് പാർട്ട് കണ്ട് മാത്രമായിരുന്നു. അവർക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. 2 കാലും 2 കൈകളുമുള്ള ഒരു ജീവിയെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. പുരാതന കാലം മുതലേ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണപ്പെടുന്ന 2 ഭാഗങ്ങളാണല്ലോ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത്. വളർന്നു വരുംതോറും എൻ്റെ ഉള്ളിലും ആ ഒരു പ്രൈവറ്റ് പാർട്ട് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ കാണുന്ന എൻ്റെ ആദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്, രണ്ടാമത്തെ സ്ത്രീ എൻ്റെ ചേച്ചിയും. ഞാൻ എന്തുകൊണ്ട് അവരെ പോലെ ആകുന്നില്ല, എനിക്കെന്താണ് വ്യത്യാസം? ഞാൻ അവരെ പോലെ ആകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആരും എന്നെ തല്ലി പഴിപ്പിച്ചാക്കിയതല്ല, ഞാൻ തന്നെ തല്ലി ഞാനായി മാറിയതാണ്. ഇതിലെത്രത്തോളം നന്ദി പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല സോണി മിസ്സേ. കാരണം 2017 മുതൽ എൻ്റെ പുറകെ ഒരു എന്താ പറയുക, ശർക്കരയിൽ ഈച്ച പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം എൻ്റെ പുറകെ നടന്ന് സംടൈംസിൽ എനിക്ക് ഇറിറ്റേഷനായിട്ടുണ്ട് സത്യം. ഞാൻ ഏതെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലൊരു വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മിസ്സ് വിളിക്കുന്നത്, രഞ്ജു അതെങ്ങനെയാണ് ഇതിങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ടെൻഷനാവും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മിസ്സ് ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലോ, ഇനി ലോഹരെ മനസ്സിലാക്കണം, ഒരു പുസ്തകത്തിലൂടെ തന്നെ ആക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല മിസ്സേ, ഇത് സ്റ്റോപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം എന്ന് ഞാൻ മിസ്സിനോട് പറഞ്ഞു. പക്ഷേ എന്നാലും മിസ്സ് അത് വിട്ടില്ല, മിസ്സ് എൻ്റെ പുറകെ നടന്നു. അപ്പോൾ മിസ്സിനോട് ഒരു മിസ്സേ എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, ഞാൻ ജസ്റ്റ് SSLCക്ക് 2nd ക്ലാസ്സോടുകൂടി പാസ്സായി ഫാത്തിമ മദർ നാഷണൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മിസ്സ് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചോളാം. എന്നാലും എന്നെ വിട്ടില്ല, എൻ്റെ പുറകെ കൂടി. ഫൈനലി ഈ ഒരു പുസ്തകം ഇവിടെ ഇങ്ങനെ തുറന്ന് കാണുമ്പോൾ ഐ എം സോ പ്രൗഡ് മൈ സെൽഫ്, ഹൂ ആം ഐ. യെസ്, ഞാൻ അവിടെ എത്തി എന്നുള്ളതാണ്. ഇതുപോലൊരു വലിയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ രഞ്ജുമാർ എന്ന് പറയുന്ന ഒരു കാലത്ത് സൊസൈറ്റിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കല്ലെറിഞ്ഞ് പരിഹസിച്ച് നിന്ന ഒരാൾ കുറച്ച് പേരുടെ മുമ്പിലെങ്കിലും സാരി ഉടുത്ത്
സുന്ദരിയായിട്ട് വന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോ പ്രൗഡ് മൈ സെൽഫ്. വൺസ് അഗൈൻ, ഹൂ ആം ഐ? യെസ്, താങ്ക് യു. രാത്രിയാകാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ. കാരണം എൻ്റെ മുറിക്കുള്ളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പെണ്ണായി മാറാമല്ലോ. എൻ്റെ കാലുകൾ ചേർത്ത് വെച്ച് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു പ്രൈവറ്റ് പാർട്ട് ഉണ്ടാക്കി. ഇല്ലാത്ത മാറിടങ്ങൾ ഞെരുക്കി വെച്ചിട്ട് ഞാൻ മാറിടങ്ങളുണ്ടാക്കി. ഞാൻ ഓരോ ദിവസവും രാത്രിയിൽ കിടക്കുമ്പോൾ ദൈവങ്ങളോട് പറയും, ഈശ്വര, നേരം വെളുക്കുമ്പോൾ എന്നെ സ്ത്രീയായിട്ട് സൃഷ്ടിച്ചിടണേ. കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ പറയും, ദൈവത്തോട് പറഞ്ഞ് എന്ത് സാധിച്ചു തരുമെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് എൻ്റെ ആശ്രയം ദൈവങ്ങളായിരുന്നു. ദൈവമേ, എന്നെ എന്തിനാണ് ഇങ്ങനെ മാറ്റി നിർത്തിയത്? എനിക്ക് എൻ്റെ കൂട്ടുകാരികളെപ്പോലെ, എൻ്റെ ചേച്ചിയെപ്പോലെ, എൻ്റെ അമ്മയെപ്പോലെ മുടി നീട്ടി വളർത്തി സുന്ദരിയായിട്ട് നടക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ദൈവത്തോട് മാത്രമാണ് ഞാൻ പരാതി പറഞ്ഞത്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ദൈവങ്ങളോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, നേരം വെളുക്കുമ്പോൾ എന്നെ സ്ത്രീയായി സൃഷ്ടിക്കുമോ? പക്ഷെ അതിന് കാലം കുറേ വേണ്ടി വന്ന് അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നു ശരി എന്നെനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഞാനാകാനും എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും എനിക്കൊരു ഈ ലോങ് ടൈം എനിക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ്. അതർവൈസ് ഞാൻ ചിലപ്പോൾ ബോംബെ തെരുവുകളിലേക്കോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റിൽ നിൽക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയായി മാറിയാന്. ഞാനത് തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. അതെല്ലാം ഒരു മനുഷ്യൻ്റെ സാഹചര്യമാണ്. ആ അവസ്ഥയിലൂടെ പോകുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റികളിൽ നിന്നോ എൻ്റെ വളർച്ചയിൽ എനിക്ക് തടസ്സമായില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ആരാണ് എന്ന് ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരാൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ തന്നെ എനിക്ക് വേണ്ടി ശബ്ദിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഉറച്ച തീരുമാനം. എന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുവാനും ദുബായ് പോലുള്ള നഗരത്തിൽ ബിസിനസ് തുടങ്ങാനും കേരളത്തിൽ ബിസിനസ് തുടങ്ങാനും ദുബായ് നഗരത്തിൽ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാനെടുത്ത ആ ഒരു ലോങ് ടൈമിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫൈനലി ഞാൻ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അത്രയും റിസ്കി ആയിട്ടുള്ള 20% വിജയസാധ്യതയുള്ള ഒരു സർജറിക്ക് ഞാൻ വിധിയാകുമ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു എൻ്റെ ജീവൻ തിരിച്ച് കിട്ടുമോ എന്ന്. അനസ്തേഷ്യ തരുന്നതിന് മുമ്പേ ഡോക്ടർ എന്നോട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അത്രയും നേരം വരെ ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യമൊക്കെ എപ്പോഴോ അങ്ങ് പോയി. ഒരു നിർവികാരത എൻ്റെ മുഖത്ത് വന്നു പെട്ടു. ഒരു നിസ്സഹാവസ്ഥ എന്നെ വന്ന് പൊതിഞ്ഞു. ഞാൻ തിരിച്ച് ഈ സർജറി ടേബിളിൽ നിന്ന് വരുമോ? അത്രയും ഹൈലജൻ ലൈറ്റ് കത്തിക്കിടക്കുന്ന ആ ടേബിളിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ നട്ടലിലേക്ക് സൂചി കുത്തിത്തറയ്ക്കുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് വിചാരിച്ചു വേണ്ട. പക്ഷേ എല്ലാം കഴിഞ്ഞു പോയി. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. ഞാൻ ഏതോ ഒരു മയക്കത്തിലേക്ക് കടന്നു പോയി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നീണ്ട 14 മണിക്കൂറുകൾക്ക് ശേഷം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വലത് കൈ പൊങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, എനിക്കിനി മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ കൈ പൊങ്ങുന്നില്ല, ഈ കൈ കൊണ്ട് എനിക്കിനി മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ബിക്കോസ് ഒരു കാലത്ത് എന്നെ ഒരുപക്ഷെ എന്നെ സ്ട്രീറ്റിലേക്കും ബോംബെ തെരുവുകളിലേക്കും വിടാതിരുന്നത് ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നൊരു ലോകമാണ്. മേക്കപ്പിൻ്റെ ABCD അറിയാത്ത വെറും SSLC മാത്രം വിദ്യാഭ്യാസമുള്ള ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ ആദ്യം എൻ്റെ ഉപജീവന മാർഗമായിട്ടാണ് കണ്ടത്. ദിവസം കിട്ടുന്ന ആ നാണയത്തൊട്ടുകൾ എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി പരിപോഷിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ പോകെ എനിക്ക് മനസ്സിലായി വിത്തൗട്ട് മേക്കപ്പ് നത്തിങ് എൽസ് രഞ്ജിമാർ. ബിക്കോസ് എൻ്റെ കാമുകനായിട്ട് മാറ്റിയെടുത്ത് ഞാൻ ആ മേക്കപ്പിനെ, ആ മേക്കപ്പ് ടൂൾസുകളാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഡോക്ടർ എനിക്ക് ഉറപ്പ് തന്നില്ല, എല്ലാം ശരിയാകും. സാധാരണ രീതിയിൽ ഏകദേശം 14 ദിവസത്തോളം ഹോസ്പിറ്റലൈസ് കിടക്കേണ്ട ഞാൻ വെറും 5 ദിവസം മാത്രമേ എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ. അത്രയും റിസ്കി ആയിട്ടുള്ള സർജറി ചെയ്ത്. ഒരു കാലത്ത് കാലുകൾ അമർത്തി വെച്ച് സ്ത്രീയാകാൻ ശ്രമിച്ച എൻ്റെ കാലുകൾ അകത്തി വെച്ചിരിക്കുന്നു. എനിക്കത് ചേർത്ത് വെച്ച് നടക്കാൻ ബുദ്ധിമുട്ടാകുന്നു. എനിക്ക് കരച്ചിൽ വരികയാണ്. ഈശ്വര, എനിക്ക് സാധാരണ സ്ത്രീകളെ പോലെ തുള്ളിച്ചാടി നടക്കാൻ പറ്റുമോ? ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഇതൊക്കെ എനിക്ക് ആശങ്കകളായിരുന്നു. പക്ഷേ വിതിൻ 5 ഡേയ്സ് കൊണ്ട് ഞാൻ റിക്കവറി ചെയ്ത് വിതിൻ 7 ഡേയ്സ് കൊണ്ട് ഞാൻ വീണ്ടും ബാക്ക് ടു മൈ മേക്കപ്പ് ലൈഫിലേക്ക് പോയി. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് ചോദിച്ച ആ ദൈവം
എന്നെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് ഇരിക്കുകയാണ്. നിൻ്റെ സമയമായിട്ടില്ല, നിൻ്റെ സമയമാകുമ്പോൾ നിന്നെ ഞാൻ അതിമനോഹരിയായിട്ടൊരു സ്ത്രീയായി വാർത്തെടുക്കും എന്നെനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടാകാം. അതായിരിക്കാം ഇത്രയും റിസ്കി ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ കൈകൾ പൊക്കാതെ പോയിട്ടും എനിക്ക് സുലഭമായിട്ട് യാത്രകൾ ചെയ്യുവാനും ഈസി ആയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ആ ദൈവത്തിൻ്റെ അദൃശ്യമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് കേൾക്കുവാനും ഇവിടെ കൂടിയ നിങ്ങൾ ഓരോരുത്തരോടും എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയത്തില്ല. താങ്ക് യു വൺസ് അഗൈൻ സോണി മിസ്. ലവ് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ക്യാൻ ഐ ഹഗ് യു? അടുത്തതായി സംസാരിക്കാനായി ശ്രീ ഫസീല മെഹർ. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സമയം ഒരുപാട് അതിക്രമിച്ചു എന്ന് അറിയാം. എല്ലാവരോടും പുസ്തകം വായിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം കരിയേട്ടൻ്റെ ജീവിതം എല്ലാവരും അറിയേണ്ടതാണ്. നമ്മൾ വായിക്കുന്നതിനപ്പുറത്തേക്ക് ചരിത്രമുണ്ട്. നമ്മൾ സാക്ഷരതയൊക്കെ പുനർനിർണ്ണയിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമ്മൾ സോക്കോൾഡ് സാക്ഷരതയൊന്നുമല്ല, എല്ലാവർക്കും അറിവുണ്ട്, എല്ലാവരുടെ അറിവും വലുതാണ്. അപ്പോൾ ആ ഒരു ആശയം കരിയേട്ടൻ്റെ ജീവിതത്തിലൂടെ ആ പുസ്തകത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതാണ്. ആത്മകഥ ആയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ കുറേ കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നിർഭാഗ്യവശാൽ കരിയേട്ടൻ്റെ അവസാന കാലത്താണ് ഞാൻ കരിയേട്ടനെ കണ്ടുമുട്ടിയത്. എല്ലാവരും പുസ്തകം വായിക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഓൾട്ടർ ലൈഫ് സീരീസ് ഇനിയും ഇതേപോലെ കുറേ ജീവിതങ്ങൾ കണ്ടെത്തി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബാക്കിയുള്ള പുസ്തകങ്ങൾക്കും ആശംസകൾ. നന്ദി. അടുത്തതായി സോണിയ മിസ്സിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you for a stage like this. And in fact, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ബുക്കിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് ഈ ബുക്ക് ഒരു തീർപ്പിലെത്തുമ്പോഴും അവർ തന്നെ ഉണ്ട് എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ പ്രഭാവർമ്മ സാർ സൂചിപ്പിച്ചതുപോലെ ഈ ബുക്ക് 2017 ആയിരുന്നു ഇതിന് സംസാരം. ഡോക്ടർ ലേഖ റാണി ഞാനും അന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലിൻ്റെ ഇൻചാർജ് ആയിരുന്നു. അപ്പോൾ ഷീ ഈസ് ദ വൺ ഹു ബ്രോട്ട് ദിസ് പ്രോഗ്രാം, ദ്വയരെ ആ ഒരു ഡാൻസ് ആൻഡ് ഫാഷൻ ഷോ. ആൻഡ് അന്ന് നമ്മുടെ സ്റ്റേജിൻ്റെ ബാക്കിൽ കേട്ടനും പിടിച്ച് ഞാനും രഞ്ജുവും ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ രഞ്ജുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രഞ്ജു ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, രഞ്ജുവിൻ്റെ കഥ ഞാൻ എഴുതിക്കോട്ടെ എന്ന്. അപ്പോൾ ഷീ സെഡ് അത് മിസ്സേ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാരിത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സോ ഷീ ഈസ് ഗോയിങ് ടു സേ നോ. ഞാൻ എല്ലായിടത്തും നോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഡബിളായിട്ട് ഷീ ഈസ് ഗോയിങ് ടു സേ നോ. ഷീ സെഡ് പക്ഷേ എന്തോ മിസ്സിൻ്റെ അടുത്ത് എനിക്കൊരു ആത്മബന്ധം പോലെ തോന്നുന്നു, അതുകൊണ്ട് മിസ് എൻ്റെ കഥ എഴുതിയാൽ മതി. ആൻഡ് അന്ന് ഈ പറഞ്ഞ പോലെ അതിനൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഐ വാസ് വിത്ത് ഹെർ. wherever she went, I was there when she interacted with people. ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ പോലും ഞാൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ യു ഹാഡ് കം ടു ട്രിവാൻഡ്രം, എന്നിട്ട് വഴുതക്കാട് തൊട്ടടുത്തൊരു റിലയൻസ് ട്രെൻഡ്സോ അങ്ങനെ എങ്ങാണ്ട് ഒരു കടയിലേക്ക് രഞ്ജു ചെന്നപ്പോൾ ഞാനും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു പോയിന്റിൽ ദ സെയിൽസ് ഗേൾ അവരെന്തോ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നോക്കി വീണ്ടും ഒന്ന് നോക്കിയിട്ട് അവരുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ദാറ്റ് oh my God, look who's here kind of a thing. That is the way that you capture somebody's life. Otherwise, you are just writing something. നമ്മൾ എന്തോ എഴുതി പോകുന്ന പോലെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ അത് ആരുടെ കഥയാണെന്നാലും ശരി, ഇതിപ്പോൾ നാളെ നിങ്ങൾ ആരെങ്കിലും കഥ എഴുതാനാണെങ്കിലും പോലും ഇങ്ങനെ അത് എഴുതാൻ പാടുള്ളൂ, അത് സാധിക്കത്തുള്ളൂ. അറ്റ് വൺ പോയിൻറ്റ് യു ഹാവ് ടു ട്രൈ ആൻഡ് ബിക്കം ദെം. ദെയർ സോൾ ഈസ് യുവർ സോൾ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ കുറേ നേരം അങ്ങ് തപസ്സിലേക്ക് പോയി. ഒരു 1-2 വർഷം നമ്മൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് രഞ്ജു വിളിച്ചിട്ട് പറഞ്ഞു, മിസ്സേ വേറൊരു കോളേജിലെ വേറൊരു അധ്യാപിക എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അവർക്ക് എൻ്റെ കഥ എഴുതണം എന്ന്. ഞാൻ അവസാനമായിട്ട് മാമിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്ത് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, രഞ്ജുവിൻ്റെ ജീവിതമാണ്, രഞ്ജുവിൻ്റെ കഥയാണ്, രഞ്ജുവിൻ്റെ ഇഷ്ടം മാത്രമേ ഇത് നോക്കാനുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, നോബഡി വിൽ റൈറ്റ് യുവർ സ്റ്റോറി ലൈക്ക് ഐ വിൽ. ആൻഡ് ഷീ സെഡ് എനിക്കും അത് തന്നെയായിരുന്നു കേൾക്കേണ്ടിരുന്നത്, എനിക്ക് വേറെ ഒരിടവും പോകാൻ താല്പര്യമില്ല. ഓർക്കുന്നുണ്ടോ? ആൻഡ് അങ്ങനെ വീണ്ടും നമ്മുടെ ആ പ്രയാണം തുടങ്ങി. പിന്നെയും നമ്മൾ മീറ്റ് ചെയ്തു, പിന്നെയും ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നെ എനിക്ക് ലാസ്റ്റ് ആ സ്റ്റേജ് വന്നത് രഞ്ജുവിൻ്റെ വീട്ടിൽ ചെന്ന് രഞ്ജുവിൻ്റെ വീട്ടുകാരെ കാണുകയും നാട്ടുകാരെ കാണുകയും എല്ലാം. ഞാൻ ഇതിന് ശേഷം പല സമയത്തും ആ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ടാക്സിയിൽ ഐ വാസ് വിത്ത് സംബഡി എൽസ് ആൻഡ് ഐ സെഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നായിരുന്നു, മറ്റേ
ചടങ്ങിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾ ചോദിച്ചു ഇവിടെ എവിടെ വരാൻ. ഞാൻ പറഞ്ഞു ഇവിടെ രഞ്ജു എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫംഗ്ഷന് വന്നതാണ്. ആൻഡ് ഷീ സെഡ് ഓ യാ ടാക്സി ഡ്രൈവർ പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് വീടെന്ന്. സോ അങ്ങനെ ഒരാളിൻ്റെ ഒരു കഥ എഴുതാനായിട്ട് എനിക്ക് ഒരു സൗഭാഗ്യമുണ്ടായി എന്ന് മാത്രമേ ഞാൻ ഇവിടെ വിചാരിക്കുന്നുള്ളൂ. പറഞ്ഞ പോലെ ദിസ് ഇസ് ഓൾ യു. താങ്ക് യു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് സംയുക്ത റിസർച്ച് ഫൗണ്ടേഷൻ and Dr. G.S. Jayashree and Orient Black Swan for making this happen and possible. Thank you. എല്ലാവർക്കും നന്ദി. വിൽ റാപ്പ് ഇറ്റ് അപ്പ് നൗ. ഞങ്ങളുടെ സ്റ്റോൾ A246 ഓഥേഴ്സും അവിടെ ഉണ്ടാവും. പ്ലീസ് വിസിറ്റ് അവർ സ്റ്റോൾ. പിക്ക് അപ്പ് എ കോപ്പി ഓഫ് ദ ബുക്ക് പ്ലീസ്. താങ്ക് യു സോ മച്ച്.